കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലുടനീളം പ്രവർത്തനങ്ങൾ നടത്തുകയും അവരെയൊക്കെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ഇടിക്കുകയും ജയിലിൽ കിടക്കുകയും മരിക്കുകയും ഒക്കെ ചെയ്ത അങ്ങനെ ഒരു കാലഘട്ടത്തിൽ തന്നെയാണ് PJ ആന്റണി തന്റെ നാടക പ്രവർത്തനങ്ങളുമായി സജീവമായി രംഗത്ത് വരുന്നത്. അപ്പോൾ ഇത്തരം അനീതികൾക്കും അക്രമങ്ങൾക്കും എല്ലാത്തരം സ്ഥാപനങ്ങൾക്കും സ്ഥാപനവൽക്കരണത്തിൽ എല്ലാം എതിരായിരുന്നു ആന്റണിയുടെ ബാല്യകൗമാര ദശയിൽ രൂപപ്പെട്ട ഈ വ്യക്തിത്വം എന്ന് പറയുന്നത്. അതാണ് ജീവിതത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ പ്രതിഫലിച്ചിട്ടുള്ളത്. അപ്പോൾ ആന്റണിയുടെ നാടകങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ അക്കാഡമിക് നിലവാരത്തിൽ പരിശോധിച്ചാൽ വലിയ മേന്മയൊന്നും അവകാശപ്പെടാനില്ലാത്ത നാടകമാണെന്ന് പറയാം. ചില ആളുകൾ അതിനെക്കുറിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസം സാന്ദർഭികമായി സൂചിപ്പിക്കുകയുണ്ടായി. സമ്മതിക്കുന്നു. കാരണം ആന്റണി ഇപ്പോൾ ഭരതമുനി പറഞ്ഞിട്ടുള്ള പഞ്ചസന്ധികൾ നാടകത്തിൽ ഉൾപ്പെടുത്തുകയോ അരിസ്റ്റോട്ടലിൻ്റെ 3 ഗ്രേറ്റ് യൂണിറ്റീസ് സ്ഥലകാല ക്രിയൈക്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ അതൊന്നും ചെയ്തിട്ടില്ല. ആന്റണിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ ഏതാനും കഥാപാത്രങ്ങളിലൂടെ നാടകമെന്ന് പറയുന്ന ഒരു കലയിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുകയാണ് ചെയ്തത്. അവിടെ ഈ പറയുന്ന ഒരു ദശാസന്ധി ഒരു പഞ്ചസന്ധിയും നാടകത്തിൻ്റെ ഒരു അക്കാഡമിക് നിലവാരത്തിലുള്ള ഒരു സംഗതികളെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയില്ല, അതിനെക്കുറിച്ച് ബോധേടുമല്ല. പറയാനുള്ള കാര്യങ്ങൾ പറയുക. അത് മുണ്ടശ്ശേരി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ ഒന്നുണ്ടാവുക എന്നിട്ട് പറയുക, അത് പറയേണ്ട രീതിയിലും തീർന്നു സാഹിത്യമീമാംസ എന്ന് മുണ്ടശ്ശേരി ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം വേണ്ടത് എനിക്ക് എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടാവുക എന്നുള്ളതാണ്. എന്നിട്ട് പറയുക, അത് പറയേണ്ട രീതിയിലും. അത് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ അദ്ദേഹം ദീക്ഷിച്ചിട്ടുള്ളത്. ഇദ്ദേഹം നാടകം എഴുതി പ്രസിദ്ധനായി തുടങ്ങിയ കാലഘട്ടത്തിൽ തന്നെ അപ്പോഴേക്കും കൃഷ്ണപിള്ള സാറിൻ്റെ ഭഗ്നഭവനമൊക്കെ 42 വന്നു കഴിഞ്ഞു. അദ്ദേഹം നാടകത്തിൻ്റെ വലിയ ആചാര്യനായി ഏതാണ്ട് അംഗീകരിക്കപ്പെടുന്ന സമയമൊക്കെയാണ്. ആരോ പറഞ്ഞു കേട്ട് അദ്ദേഹം കൃഷ്ണപിള്ള സാറിനെ നേരിട്ട് വന്ന് കാണുന്നുണ്ട്. നേരിട്ട് വന്ന് കാണുമ്പോൾ രചനയിൽ ദീക്ഷിക്കേണ്ട ചില സംഗതികളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തിന് എനിക്ക് ഏറ്റവും അത്ഭുതകരമായി തോന്നിയത് EMS ജയിൽവാസം കഴിഞ്ഞ് വന്നിട്ട് ആദ്യം ആന്റണിയെ കാണുന്നുണ്ട്, ആന്റണിയെ കണ്ട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം ഒരു ലേഖനത്തിൽ ആ ലേഖനത്തിലെ 1-2 കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴും. ആ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ചെറുകാടിൻ്റെ നമ്മളൊന്ന് തുടങ്ങിയ നാടകങ്ങളിലെ കഥാപാത്ര ചിത്രീകരണത്തിൽ വന്നുപോയിട്ടുള്ള ചില പിഴവുകളുണ്ട്. അത് സൂക്ഷ്മമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ്. ഒരു പ്രചാരണ നാടകം ആശയപ്രചാരണം മുന്നിൽ വെച്ചുകൊണ്ട് നാടകം എഴുതുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കാവുന്ന വീഴ്ചയാണ്. കഥാപാത്ര ചിത്രീകരണത്തിൽ വരാവുന്ന ചില വീഴ്ചകളാണ്. ഒരു കഥാപാത്രത്തെ ആദർശവൽക്കരിക്കുകയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും കലാപരമായ ഒരു ശോഷണം അവിടെ സംഭവിക്കും. അത്തരം ചില പിഴവുകൾ വളരെ ലബ്ധപ്രതിഷ്ഠരായിട്ടുള്ള ഈ നാടകകൃത്തുക്കളുടെ അതിപ്രശസ്തമായ നാടകങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. അതും കൂടി ഒഴിവാക്കണം നിങ്ങൾ നാടകം എഴുതുമ്പോൾ എന്ന് പറയുന്ന തരത്തിൽ EMS അദ്ദേഹത്തെ ഉപദേശിക്കുന്നുണ്ട്. ഒരു വലിയ സംഭവമാണ്. ഇത്രയും നിഷേധിയായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്തിയതാണ്. ഇത്രയും നിഷേധിയായിട്ടുള്ള മനുഷ്യൻ ഇതുപോലെയുള്ള കാര്യങ്ങൾ അങ്ങേയറ്റത്തെ സഹനശക്തിയോടുകൂടി ക്ഷമയോടുകൂടി കേട്ടിരിക്കുകയും അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളത്. അപ്പോൾ ഈ നിഷേധത്തരങ്ങൾ മുഴുവൻ ഉള്ളപ്പോൾ തന്നെ അറിവിനെ ആദരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു. നാടകത്തെ ഇങ്ങനെ ഒരു വിമർശന ദൃഷ്ട്യാ നിരീക്ഷിച്ചപ്പോൾ അതിനെ ആദരിക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവമായിരുന്നു. കേസരി ബാലകൃഷ്ണപിള്ളയെ കാണാൻ വരുമ്പോഴൊക്കെ അദ്ദേഹം അകലെ നിന്നിട്ട് ആദരവോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുന്നത്. അതിലൊന്നും ഒരു മടിയും അദ്ദേഹം കാണിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിട്ടുള്ള ഈ അരാജകത്വവും ദാരിദ്ര്യവും നിഷേധ സ്വഭാവവും ഒക്കെ നമ്മുടെ മലയാള നാടകവേദിയിൽ കുറേ പേർക്കുണ്ടായിരുന്നു. അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവരുടെ പ്രതിഭയ്ക്ക് ജ്വലിച്ചു നിൽക്കാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മലയാള നാടകത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയായിട്ട് വേണമെങ്കിൽ വിദ്വാൻ B കേളുനായരെ പറയാം. 29ാമത്തെ വയസ്സിൽ അന്തരിച്ചു പോയ വിദ്വാൻ B കേളുനായരായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ ഒരു നിഷേധിയോ അല്ലെങ്കിൽ ഒരു രക്തസാക്ഷിത്വം വഹിച്ച മനുഷ്യനോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ എത്ര പേര് ഇവിടെ സൂചിപ്പിച്ച സുരാസു ഇതേ സ്വഭാവത്തോടു കൂടി ജീവിച്ച ഒരാളാണ്. PM താജ് ഇതേ സ്വഭാവത്തോടു കൂടി ജീവിച്ച ആളാണ്. PM ആന്റണി ഇങ്ങനെ നാടകത്തിന് വേണ്ടി നടന്ന്
എല്ലാവിധ സുഖ സൗകര്യങ്ങൾക്കും അപ്പുറത്തേക്ക് പോവുകയും തൻ്റെ ആശയപ്രചാരണവും അതാണ് തൻ്റെ ആത്മാവിഷ്കാരം എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ സഞ്ചരിച്ച ഒരു മനുഷ്യനാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഒരു അംശം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പള്ളിയിലേക്ക് നാടകം എഴുതി കൊടുക്കുമ്പോൾ ആ നാടക ബുക്ക് പള്ളിയിൽ വെച്ച് വായിച്ച് നോക്കുമ്പോൾ പ്രകടമായിട്ട് ഒരു കുഴപ്പവും കാണുകയില്ല. പക്ഷേ രഹസ്യമായിട്ട് ഏതെങ്കിലും നടന്മാരെടുത്ത് പറഞ്ഞേക്കും ഇന്ന സ്ഥലത്ത് ഇന്ന സംഭാഷണം കയറ്റിക്കൊള്ളാൻ പറയും. നാടകം കഴിയുമ്പോഴായിരിക്കും പള്ളിയിൽ വെച്ചിട്ട് വന്നിട്ട് ഈ ബഹളം ഉണ്ടാക്കുന്നത്. അയ്യോ ആ നാടകം അങ്ങനെ സംഭാഷണം അത് ഞാൻ എഴുതി കൊടുത്തതല്ല, അവന്മാർ തൽക്കാലം പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് അവന്മാർ ചീത്ത വിളിക്കും വേണമെങ്കിൽ. അതായിരുന്നു ആന്റണി ആശാൻ്റെ ഒരു സ്വഭാവം. ഈ തിലകൻ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു. ഞാൻ തിലകനെ ദീർഘമായി ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പം തിലകനെ ഒരു നാടക ക്യാമ്പിൽ വെച്ചാണ് ആന്റണി പരിചയപ്പെടുന്നത്. അപ്പോൾ ആന്റണിയുടെ രീതി അനുസരിച്ച് 4-5 പ്രാവശ്യം സംഭാഷണം പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ തലേന്ന് നാടക പുസ്തകം കൊടുക്കും, നാടക ബുക്ക് കൊടുക്കും, വായിച്ചു കൊണ്ടുവന്ന് കാണാതെ പറയണം, ഹൃദയസ്ഥമാക്കി വന്ന് പറയണം. തിലകൻ അതിന് തയ്യാറല്ലായിരുന്നു. അപ്പോൾ തിലകൻ പറഞ്ഞു, ആശാൻ ഒരു 4-5 പ്രാവശ്യം ഒന്ന് വായിച്ചു തന്നാൽ മതി, അല്ലെങ്കിൽ 4-5 പ്രാവശ്യം വായിച്ച് കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞുകൊള്ളാം. തെറ്റാതെ പറയുമല്ലോ, പറയാം. 4-5 പ്രാവശ്യം ഒരു ഡയലോഗ് സംഭാഷണ ഭാഗം വായിച്ച് നോക്കിയിട്ട് തെറ്റാതെ തിലകൻ പറഞ്ഞു. തിലകൻ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിന്നെ ഞാൻ ശിഷ്യനായി കൂടെ കൂട്ടിയിരിക്കുന്നു, നാളെ രാവിലെ വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ തിലകൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ് കള്ളൊഴിച്ച് വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ അവിടെ വെച്ചിട്ട് അതെടുത്ത് കുടിച്ചിട്ട് അകത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ ശിഷ്യനായിട്ട് തിലകനെ കൂടെ കൂട്ടുകയായിരുന്നു അദ്ദേഹം. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. അപ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം ഈ നാടകത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നാടകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനു മുമ്പ്, വളരെ മുമ്പ് തന്നെ, ഒരു 6 മാസം മുമ്പ് തന്നെ നാട്യഗൃഹം ആലോചിച്ചതാണ് പി ജെ ആന്റണിയുടെ ശതാബ്ദി ആഘോഷിക്കുന്നതിനെക്കുറിച്ച്. അപ്പം ഞങ്ങൾ കുറേ നാടകങ്ങൾ വായിച്ചു നോക്കുകയും ഇതിലേത് നാടകം സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുകയും ചെയ്തു. അപ്പോൾ ഏത് നാടകം എടുത്താലും അതിൽ കുറച്ചൊക്കെ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില മിനുക്കുപണികൾ നടത്തുകയോ ചെയ്യേണ്ടി വരും എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെയും അത് മാറ്റി, സോക്രട്ടീസ് വരെ നോക്കിയതാണ്, മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം കൈവരികയും അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും നാടകം എടുക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്ന നാടകം പോലും കുറച്ചൊക്കെ സംഭാഷണ ഭാഗങ്ങൾ മാറ്റിയിട്ടാണ്. കാരണം അദ്ദേഹം ഈ പല നാടകങ്ങളിലും തനിക്ക് പറയാനുള്ളതെല്ലാം ചില കഥാപാത്രങ്ങളിലേക്ക് ആരോപിച്ചിട്ട് ദീർഘമായ സംഭാഷണങ്ങളിലൂടെ പറഞ്ഞു പോവുകയാണ്. സംഭാഷണ പ്രധാനമാണ് നാടകങ്ങളെല്ലാം, ദീർഘമായ സംഭാഷണങ്ങളാണ്. ഒരുപക്ഷെ ഇന്ന് കേട്ടാൽ അരോചകമായി നമുക്ക് തോന്നാവുന്ന ദീർഘമായ സംഭാഷണങ്ങളാണ് അതിൽ പലതും. പക്ഷേ അത് ഒഴിവാക്കാൻ പറ്റുകയില്ല. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നാടകത്തിൻ്റെ രീതി. ഇപ്പം എൻ പിള്ളയുടെ നാടകങ്ങൾ നോക്കിയാൽ, എൻ പിള്ളയുടെ നാടകങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ പിള്ളയുടെ സംഭാഷണങ്ങളാണ്. അതാണ് നാടകം. അപ്പം എൻ പിള്ള ഇതിങ്ങനെ എഴുതി വളരെ പ്രസിദ്ധനായി കഴിഞ്ഞ ഒരു രസകരമായ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മോഡൽ എവിടെ നിന്നാണ്, ഇദ്ദേഹം ആരെയാണ് അനുകരിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് പലരും അന്വേഷണം നടത്തിയിട്ട് ആർക്കും പിടികിട്ടിയില്ല. അവസാനം എൻ പിള്ള എന്ന് പറഞ്ഞു, ബെർണാഡ് ഷോയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകകൃത്ത്, അദ്ദേഹത്തിൻ്റെ ഒരു രചനാ സമ്പ്രദായമാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു. അതാണ് അപ്പം സംഭാഷണമാണ് നാടകം എന്നിടത്താണ് ആന്റണി ആശാനും ഇവരൊക്കെ നിന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ രീതിയിൽ ചിലപ്പോൾ നോക്കുമ്പോൾ ഈ സംഭാഷണ ഭാഗങ്ങൾ ചിലത് മാറ്റുകയോ ഒക്കെ ചെയ്യേണ്ടി വന്നേക്കാം. അത് ക്രാഫ്റ്റിൻ്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു രീതി. പെട്ടെന്ന് ഒരു കഥ രൂപപ്പെടുക, അത് അവതരിപ്പിക്കാനുള്ള ഏതാനും കഥാപാത്രങ്ങളെ കണ്ടെത്തുക, ആ കഥാപാത്രങ്ങളിലൂടെ തനിക്ക് പറയാനുള്ളത് പറയുക. അങ്ങനെ ഒരു രീതിയാണ് അദ്ദേഹം കൈക്കൊണ്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചൊന്നും ഞാൻ ദീർഘമായി അങ്ങനെ സംസാരിക്കും. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ചില സംഗതികൾ പെട്ടെന്ന് തോന്നുന്നത്, ഇവിടെ ആരും പരാമർശിക്കാതെ പോയെന്ന് തോന്നുന്നു, അത് ഭാർഗവീ നിലയത്തിലെ പൂച്ചക്കണ്ണ്, ഭാർഗവീ നിലയത്തിലെ വില്ലൻ. ഭാർഗവീ നിലയം അദ്ദേഹം തന്നെ പറഞ്ഞതാണ്, പി ജെ ആന്റണി തന്നെ പറഞ്ഞതാണ്, ഭാർഗവീ നിലയം സിനിമ പുറത്തു വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കണ്ണിൻ്റെ വില എല്ലാവരും മനസ്സിലായത്. ടൈറ്റ് ഫ്രെയിമിൽ പലപ്പോഴും വരുന്നത് അദ്ദേഹത്തിൻ്റെ പൂച്ചക്കണ്ണുകളാണ് ഭാർഗവീ നിലയത്തിൽ വില്ലനായിട്ട് വരുന്നത്. ആ കണ്ണിൻ്റെ വില എല്ലാവരും മനസ്സിലായത് ഭാർഗവീ നിലയം സിനിമ വന്നതിന് ശേഷമാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ
നിർമാല്യം സിനിമയിൽ തന്നെ നോക്കുക. ഇനി നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഈ ജീവിത പ്രാരാബ്ധം മുഴുവൻ ഒരു മാറാപ്പിലാക്കി തോളിൽ കയറ്റിക്കൊണ്ട് നടന്നു പോകുന്ന ഈ മനുഷ്യന്റെ ഒറ്റ ഷോട്ടിലെയും നടത്ത ഒരു ക്ഷീണിച്ച കാൽവയ്പ്പുകളോടെ പതിയുള്ള നടത്തയല്ല. കാല് വെന്ത നായയെ പോലെ വളരെ സ്പീഡി ആയിട്ടുള്ള ഒരു നടത്തയാണ്. ഏത് ഷോട്ടിലോ നിങ്ങൾ നോക്കിക്കൊള്ളുക. ദീർഘമായ ചുവടുകൾ വെച്ച് അതിവേഗത്തിൽ നടന്നു പോകുന്ന ഒരു നടത്തയാണ്. അങ്ങനെ ഒരു പാറ്റേണാണ് ഈ അഭിനയത്തിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊരു പക്ഷേ ഈ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവതരിപ്പിക്കേണ്ടി വന്ന സന്ദർഭത്തിൽ അദ്ദേഹം സ്വയം ഉണ്ടാക്കിയെടുത്തതാവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അത് വളരെ ശ്രദ്ധേയമായിരുന്നു. ഈ തരത്തിലാണ് അദ്ദേഹം കഥാപാത്രങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു നടന വൈഭവമായിരുന്നു ആന്റണി ആശാന്റേത്. ഇന്നൊക്കെ ഇപ്പൊ അദ്ദേഹത്തിന് ഈ പുരസ്കാരം കിട്ടിയിട്ട് കൊല്ലങ്ങൾ എത്രയോ ആയിരിക്കുന്നു. 46 വർഷമായി കഴിഞ്ഞിരിക്കുന്നു. ഇന്നാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഇത് ആഘോഷിക്കുന്നത്. അന്ന് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയെന്നല്ലാതെ അതിന്റെ വിലയൊന്നും പലപ്പോഴും ആരും മനസ്സിലാക്കുകയോ അതിനനുസരിച്ചുള്ള ആദരം നൽകുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ കൂടി ചെയ്തിട്ടുള്ളത് അവിടെ നടന്നിട്ടുള്ള ചില സ്വീകരണ ചടങ്ങുകൾ മാത്രമായി ഒതുങ്ങിപ്പോയിട്ടുണ്ട്. അതൊക്കെ പരമപുച്ഛത്തോടു കൂടി അദ്ദേഹം കണ്ടിട്ടുള്ളൂ. അതിനപ്പുറത്തൊന്നും വില കൽപ്പിക്കാൻ അദ്ദേഹം പോയിട്ടുമില്ല. അങ്ങനെ ഒരു സവിശേഷമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ആ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനങ്ങളാണ് അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ ഉടനീളം വന്ന് ഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും അങ്ങനെ ഒരു കലാകാരനെ നമ്മൾ ഓർമ്മിക്കുന്നു എങ്കിൽ അയാളുടെ പ്രവർത്തനങ്ങൾ ഈ കാലഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടതായി ചിലതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അത് ആചരിക്കുന്നത്. അല്ലെങ്കിൽ ആചരിക്കേണ്ടതില്ല, നമ്മൾ വിട്ടുകളയും. അപ്പം നിശ്ചയമായും ഈ കേരളം ചുവന്നു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലും കേരളീയ നവോത്ഥാനത്തിന്റെ സവിശേഷമായ ഒരു കാലഘട്ടത്തിലും തൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് വലുതായ ഒരു ചാലകശക്തിയായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രസക്തി എന്നെനിക്ക് തോന്നുന്നു. എന്തായാലും ഈ ആരും പറയാത്ത ചില കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു എന്നേ ഉള്ളൂ. നിശ്ചയമായും ഇത് ഇങ്ങനെ ഒരു 2 ദിവസത്തെ ഒരു സെമിനാറിലൂടെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞത് വലിയൊരു കാര്യമായി തന്നെ ഞാൻ കാണുന്നു. ഞങ്ങൾക്ക് കൂടി അതിൽ ഭാഗഭാക്കാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷവും ഞാൻ മറച്ചു വയ്ക്കുന്നില്ല. കേന്ദ്ര സാഹിത്യ അക്കാദമിയെയും അതിൻ്റെ ഭാരവാഹികളെയും പ്രിയ സുഹൃത്ത് സാബുവിനെയും ഒക്കെ അക്കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു സമാപന സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസ പ്രഭാഷണത്തിനായി ശ്രീ വിജു വർമ്മയെ ക്ഷണിക്കുന്നു. എത്തില്ല. അടുത്തത് ശ്രീമതി സുധി ദേവയാനി. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, സദസ്സിലുള്ള പ്രിയ നാടക പ്രവർത്തകരെ, 2 ദിവസങ്ങളായി ഇവിടെ നടക്കുന്ന PJ ആൻ്റണി അനുസ്മരണ പരിപാടികൾ വളരെ വിപുലമായ രീതിയിൽ അത് നാട്യഗൃഹം ആലോചിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തു. നമ്മൾ സാധാരണ ഒരു അനുസ്മരണം എന്ന് പറയുന്നത് ഒരാളെ ഓർമ്മിച്ച് കുറേ ആളുകൾ സംസാരിച്ച് മടങ്ങുകയാണ്. പക്ഷേ ഞാൻ ആ ബ്രോഷർ വളരെ വിശദമായിട്ട് വായിക്കുകയുണ്ടായി. കൂടുതൽ ഒരാളെ, ഒരു നാടകപ്രവർത്തകനെ, ഒരു ചലച്ചിത്ര പ്രവർത്തകനെ, ഒരു ഗാനരചയിതാവിനെ നമ്മൾ എങ്ങനെയാണ് ഓർമ്മിച്ചെടുക്കേണ്ടത്, ഏതൊക്കെ രീതികളിലാണ്, അതിൽ ഓരോ സ്പെഷ്യലൈസ് ചെയ്തെന്ന് പറയുന്നത് പോലെ PJ ആൻ്റണി അദ്ദേഹത്തിൻ്റെ നാടകലോകം, PJ ആൻ്റണി അദ്ദേഹത്തിൻ്റെ സിനിമാ ലോകം, PJ ആൻ്റണി അദ്ദേഹത്തിൻ്റെ ഗാന രചനാ ലോകം, ഇങ്ങനെ വിവിധ ആംഗിളുകളിൽ പഠനം നടത്തിയ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഒരാളെ ഓർമ്മിക്കുക എന്നത് വളരെ ശ്രമകരമാണ്. അത് അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. നാട്യഗൃഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾ മുൻകാല പ്രവർത്തനങ്ങളുമായി വളരെ അടുത്തു നിന്ന് ഒരുപക്ഷെ ആശംസ അർപ്പിക്കാൻ ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് തന്നെ ആശംസ അർപ്പിക്കുന്നത് പോലെയാണ്. കാരണം നാട്യഗൃഹത്തിൻ്റെ വിവിധ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകുവാനും അത് പല കാലങ്ങളിലായി അതിനോടൊപ്പം സഞ്ചരിക്കുവാനും കഴിഞ്ഞ ഒരാളെന്ന നിലയിൽ
നാട്യഗൃഹം വ്യത്യസ്തമായി നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ അന്ന് സംസാരിക്കേണ്ടായി. ജി ശങ്കരപിള്ള ഫെസ്റ്റിവൽ ഇതുവരെ കേരളത്തിൽ നടത്തിയിട്ടില്ല, നാടക ഫെസ്റ്റിവൽ. ഇപ്പോഴും നടന്നതായിട്ട് എനിക്കറിയില്ല, ഉണ്ടെന്ന് തോന്നുന്നില്ല. അത് ആദ്യമായി സംഘടിപ്പിച്ചത് നാട്യഗൃഹവും ഭാരത് ഭവനും കൂടെ ചേർന്നിട്ടാണ്. അതിലും ഒരു നാടകം അവതരിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒപ്പം അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തെ ആ നാടക കൃത്തിനെ അറിയുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ രചനകളെ രംഗത്ത് അവതരിപ്പിക്കാൻ വിവിധ നാടക സംഘങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് അതൊരു ഫെസ്റ്റിവലായി ഇവിടെ നടത്തുകയുണ്ടായി. അവിടെയും അന്നും സെമിനാറുകളും ചർച്ചകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഓംചേരി ഫെസ്റ്റിവൽ, അതിലും മിണ്ടാപ്പൂച്ചകൾ എന്ന നാടകം അവതരിപ്പിച്ചുകൊണ്ട് അതിൻ്റെ ഭാഗമായി നരേന്ദ്രപ്രസാദ് സാറിൻ്റെ ഫെസ്റ്റിവൽ നടത്തുകയുണ്ടായി. ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയാൽ സെമിനാറുകൾ, ചർച്ചകൾ, ഇങ്ങനെ വളരെ മറ്റൊരു ആധികാരികമായ മേഖലയിൽ, സൈദ്ധാന്തിക മേഖലയിൽ കൂടി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പം ഈ 2 ദിവസം നടക്കുന്ന ഈ ചർച്ചകളും സെമിനാറും മാത്രമല്ല, പി ജെ ആന്റണിയുടെ നാടകവും കൂടി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ചക്രായുധം എന്ന നാടകം അവതരിപ്പിച്ചുകൊണ്ടാണ് ഇതിന് തിരശ്ശീല വീഴുന്നത്. അപ്പം ആരെയാണ് ഞാൻ അഭിനന്ദിക്കേണ്ടത്? പി ജെ ആന്റണിയുടെ നാടക പ്രവർത്തനങ്ങളെയാണോ, അത് ഓർത്തെടുക്കുന്ന നാട്യഗൃഹത്തിനെയാണോ ആശംസകൾ അർപ്പിക്കേണ്ടത് എന്നൊരു സംശയത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഏതായാലും രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. പി ജെ ആന്റണിയെ കുറിച്ച് നിങ്ങൾ വിശദമായി, ഇവിടെ ഇരിക്കുന്നവരെല്ലാം 2 ദിവസമായി കേൾക്കുകയും അറിയുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. അതിൻ്റെ കൂടെ അധികം കാര്യങ്ങൾ പറയാനില്ല. പക്ഷേ എൻ്റെ അദ്ദേഹവുമായുള്ള അദ്ദേഹത്തിൻ്റെ നാടക രചനയിലെ ഒരു നടിയായി ഇടപെടാൻ അവസരം ലഭിച്ചത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ പഠിക്കുമ്പോഴാണ്. അവിടെ എൻ്റെ സീനിയറായിരുന്ന ഉണ്ണികൃഷ്ണൻ നെല്ലിയാട് പൊതുശത്രുക്കൾ എന്ന നാടകം അവതരിപ്പിക്കുകയുണ്ടായി. അവതരിപ്പിക്കുമ്പോൾ ഒറ്റ വായനയിൽ ഭയങ്കര ഹാസ്യ നാടകമായിട്ടാണ് എല്ലാവർക്കും ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളാണ് കേട്ടോ. ഹാസ്യ നാടകമായിരുന്നു. ആ ഹാസ്യ നാടകത്തെ ഞങ്ങളെല്ലാവരും ഈ നാടകം വായിക്കുന്ന സമയത്ത് മുഴുവൻ ചിരിക്കുകയായിരുന്നു. കാരണം ഓരോ വാചകങ്ങളിലും ഓരോ ഡയലോഗിലും പരസ്പരം ഈ കൊടുക്കൽ വാങ്ങലുകളിലും ഒക്കെ നടക്കുന്ന ഹാസ്യവും ആക്ഷേപഹാസ്യമാണ് അന്ന്. പക്ഷെ ഞങ്ങളത് ഹാസ്യമെന്നാണ് ആ കുട്ടികൾ മനസ്സിലാക്കിയത്. പക്ഷെ ഞങ്ങൾക്ക് നാടകത്തിൻ്റെ ഒരു അനാലിസിസ് സമർപ്പിക്കേണ്ടതുണ്ട് പഠനത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോഴാണ് പി ജെ ആന്റണി എന്ന ആ ഒരു നാടക പ്രവർത്തകനെ, അദ്ദേഹത്തെ ശോഭിക്കുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തെ, അദ്ദേഹത്തിൻ്റെ പല കാലങ്ങളായി കലഹിച്ചുകൊണ്ടിരിക്കുന്ന പല സിസ്റ്റത്തിനോടോ അല്ലെങ്കിൽ നിലനിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥിതികളോടോ ഒക്കെ കലഹിച്ചുകൊണ്ട് മുന്നേറിയ ഇപ്പം ഇവിടെ അലിയാർ സാർ പറയുണ്ടായി, സാമ്പത്തികമായി പ്രതിസന്ധി നേരിട്ട ആളാണ്. പക്ഷേ അദ്ദേഹത്തിന് ചെറുപ്പകാലങ്ങൾ തൊട്ടുള്ള നാടകത്തോടുള്ള അഭിനിവേശം, ഒരുപക്ഷെ ഞങ്ങളൊക്കെ അങ്ങനെയാണ് നാടകവേദിയിൽ എത്തിച്ചേർന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഒരു വല്ലാത്ത അഭിനിവേശമാണ് ഈ നാടകത്തിനോട്, ഈ നാടക അരങ്ങിനോട്, നാടക ആസ്വാദകരോടെ. ഈ അഭിനിവേശം തന്നെയാണ് അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ അനുഭാവിയായ, അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം നമുക്ക് ഇവിടെ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടാകും, വിമോചന സമരം നടക്കുന്ന കാലത്ത് വിമോചനം എന്നൊരു നാടകം തന്നെ അദ്ദേഹം രചിക്കുകയുണ്ടായി. അതിൻ്റെ കഥ പല സമയങ്ങളിലായി എന്നെ ഏറ്റവും അധികം ആകർഷിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പല സമയങ്ങളിലായി നമ്മൾ കേൾക്കുകയും അറിയുകയും ഒക്കെ ചെയ്തിട്ടുള്ള കഥകളാണ്. പിന്നെ അദ്ദേഹം നാടകം പറഞ്ഞാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കേട്ടെഴുതുന്ന ഒരു സമ്പ്രദായം, ആരെങ്കിലും കേട്ടെഴുതിക്കൊണ്ടിരിക്കും. പക്ഷെ അതെന്താണെന്ന് വെച്ചാൽ ഒരു നടനായി അദ്ദേഹത്തിൻ്റെ രൂപപ്പെടൽ കൂടിയാണ്. പല കഥാപാത്രങ്ങളായി പരിണാമം സംഭവിച്ചുകൊണ്ടാണ് അദ്ദേഹം നാടകരചന നിർവഹിച്ചുകൊണ്ടിരുന്നത്. ഒരു മുറിയിലിരുന്ന് പല കഥാപാത്രങ്ങളെ ഓർത്തെടുക്കുകയല്ല, പല കഥാപാത്രങ്ങളിലേക്ക് തൻ്റെ ഒരു അസ്തിത്വത്തെ മാറ്റിക്കൊണ്ട് പല കഥാപാത്രങ്ങളായിട്ടാണ് അദ്ദേഹം രംഗത്ത് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. അതിലൊരു സ്ത്രീപക്ഷ നിലപാടിനെ കുറിച്ചൊക്കെ വിശദമായി പഠിക്കേണ്ടതും ഇവിടെ ഒരു ചർച്ച സംഘടിപ്പിക്കേണ്ടതുമാണോ എന്തുകൊണ്ടോ അത് സാധ്യമായില്ല. അതും കൂടെ വേണ്ടതാണ് ഇതിൻ്റെയോടൊപ്പം എന്നുള്ള ഒരു ഇനി വരുന്ന കാലങ്ങളിൽ അത്തരം ഒരു പഠനത്തിനും കൂടി സാധ്യത ഉണ്ടാകണം. നമ്മളൊക്കെ എപ്പോഴും അത്തരം ഒരു നാടകകൃതിയെ അത്തരം രീതിയിൽ കൂടിയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്കൂൾ ഓഫ് ഡ്രാമയിൽ വെച്ച് ഈ നാടകം, ഞാൻ അതിലേക്ക് തന്നെ തിരിച്ചു വരാം, ഈ നാടകം കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് എങ്ങനെയാണ് മതത്തെ, അന്ധവിശ്വാസത്തെ അദ്ദേഹം അഡ്രസ്സ് ചെയ്തിരുന്നതെന്ന് മനസ്സിലാകുന്നു. അവിടെ അത് തമാശയായിട്ട് ഒറ്റ വായനയിൽ നമുക്ക് തോന്നാവുന്ന ഒന്നാണ്. കാമുകിക്ക് അല്ലെങ്കിൽ ഒരു പ്രണയം തോന്നിയ ഒരു പെൺകുട്ടിക്ക്
കള്ളനായ ഒരു കാമുകൻ ഹലുവയിൽ കൂടോത്രം ചെയ്താണ് കൊടുക്കുന്നത്. ആ ആലുവ കഴിച്ചാൽ പ്രണയം തോന്നുമെന്നാണ് ഈ ആള് വിചാരിച്ചിരുന്നത്. ഈ അലുവ കഴിച്ചത് പക്ഷേ പെൺകുട്ടിയുടെ അമ്മയാണ്. അമ്മ പിന്നീടുള്ള പ്രവർത്തനങ്ങളെല്ലാം അമ്മ സ്വാഭാവികമായിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ വളരെ സ്വാഭാവികമായിട്ട് അതുവരെ എങ്ങനെയായിരുന്നു അതുപോലെയാണ്. പക്ഷെ ചുറ്റുപാടുമുള്ളവരെല്ലാം ഇവരെ മറ്റൊരു തരത്തിൽ കാണാൻ തുടങ്ങി. ഇവർക്ക് ഇയാളോട് പ്രണയം, അവൻ മോനെന്ന് വിളിക്കുമ്പോഴും ദേഹത്ത് തൊടുമ്പോഴും ഒക്കെ പ്രണയിനിയുടെ ഭാവത്തിലാണ് എന്ന രീതിയിൽ ഇവരെ കാണാൻ തുടങ്ങി. അപ്പോൾ എങ്ങനെയാണ് ഒരു വിശ്വാസം, അത് അന്ധവിശ്വാസം, മറ്റൊരാളെ രൂപപ്പെടുത്തി എടുക്കുന്നത്? നമ്മുടെ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്ന് എങ്ങനെയാണ് നമ്മളിൽ രൂപമാറ്റം ഉണ്ടാക്കുന്നത് എന്നുള്ളത് അന്നാണ് ശരിക്കും മതം എന്ന ഒരു മാരകമായ വിഷത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ നമ്മൾ പഠിക്കുകയും കാണുകയും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഒരു ഹാസ്യ നാടകം മാത്രമല്ല, ഇത്തരം ഹാസ്യത്തിലൂടെ എങ്ങനെയാണ് ആ ചുറ്റുപാടുകളെ കൂടെ മാറ്റിമറിക്കാൻ, നമ്മൾ എത്ര മതത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോഴും നമ്മളെ വളരെ ശക്തമായി പിടിച്ചെടുപ്പിക്കുന്ന ഒരു കാന്തിക വലയമാണ് ഈ മതത്തിന് ചുറ്റുമുള്ളത് എന്നുള്ളത് കൂടി നമ്മൾ ഈ കാലത്ത് മനസ്സിലാക്കണം. അപ്പം എത്രയോ കാലങ്ങൾക്ക് മുന്നിൽ എഴുതിയപ്പോൾ അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കാണാൻ കഴിഞ്ഞ ഒരാളായിരുന്നു PJ ആന്റണി. അദ്ദേഹം ഒരുപാട് കലഹിച്ചിട്ടുണ്ട്. അത് പാർട്ടിയോടാണെങ്കിലും സമൂഹത്തോടാണെങ്കിലും വിശ്വാസങ്ങളോടാണെങ്കിലും അദ്ദേഹം ജീവിച്ചു വന്ന, അദ്ദേഹം ചെറുപ്പകാലത്ത് അദ്ദേഹം ഒരു മതവിശ്വാസി ആയിട്ടാണോ അല്ലയോ പള്ളിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച ആളാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം അതിശക്തമായി ഈ മതം എന്ന സ്ഥാപനം എങ്ങനെയാണ് സമൂഹത്തിന്റെ ചിന്താ പദ്ധതികളെ മാറ്റിയെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് മുൻധാരണയുണ്ടായിരുന്നു, അനുഭവസ്ഥനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സൂചനകളും നമുക്ക് മുന്നോട്ട് ആലോചനകളും തന്നുകൊണ്ടാണ് അദ്ദേഹം പോയത്. അപ്പോൾ മുന്നോട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ കാലഘട്ടത്തിലും വായിക്കപ്പെടേണ്ട ഗ്രന്ഥങ്ങളായിട്ടാണ് അത് നാടകരചനയെന്ന് ഞാൻ പറയുന്നില്ല, വളരെ ആഴത്തിലുള്ള രചനകളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അതുപോലെ തന്നെ അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ എങ്ങനെയാണ് സമൂഹവുമായി ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതിൻ്റെ സൂചനകളും ഒക്കെ തന്നെ തന്നുകൊണ്ടാണ്. അതുകൊണ്ട് വളരെ വിശദമായ PJ ആന്റണിയുടെ നാടക പഠനം കഴിഞ്ഞ് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച്, എനിക്ക് തോന്നുന്നു ഇവിടെ ജേക്കബ് എബ്രഹാം ഒക്കെ ഇരിപ്പുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിച്ച് കഴിഞ്ഞു അല്ലേ ഇന്ന്. അപ്പോൾ എനിക്ക് വരാൻ സാധിച്ചില്ല. എനിക്കൊരു പരിഭവം കൂടിയുണ്ട്. എൻ്റെ തന്നെ പ്രശ്നങ്ങളാവാം, പക്ഷേ പല നാടക സംഘങ്ങളും തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇതുപോലെയുള്ള വളരെ വിപുലമായ അർത്ഥവത്തായ പരിപാടികളിൽ പങ്കാളികളാകാൻ സാധിക്കുന്നില്ല. കാരണം ചെറിയ ചെറിയ സംഘങ്ങൾക്ക് അവരുടേതായ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൂടിയാലോചനകളിൽ ഇവരെ കൂടി ഭാഗമാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വരും കാലങ്ങളിൽ ഇത് കൂടുതൽ അർത്ഥവത്താക്കാൻ സാധ്യതയുണ്ട്. ആ സാധ്യത നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തണം. ഞങ്ങളുടെ സംഘവും ഇപ്പോൾ ഒരു നാടകത്തിൻ്റെ റിഹേഴ്സലിലാണ്. അവിടെ നിന്നാണ് ഞാനും ഓടി വന്നത്. അവിടെ ഞങ്ങളുടെ കൂടെ വരാനും ഇത് പഠിക്കാനും ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുള്ള സംഘമാണ്. പക്ഷേ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ഈ ദിവസങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന ചക്രായുധം എന്ന നാടകം ശ്രീ രാജേന്ദ്രൻ സാർ സംവിധാനം ചെയ്ത് അയ്യപ്പൻ ചേട്ടനൊക്കെ കൂടി അതിൻ്റെ പ്രധാന നടനായി മുന്നിൽ എത്തുന്ന, അതുപോലെ തന്നെ മറ്റു നടന്മാരും ഒക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാണ്. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ നാട്യഗ്രഹത്തിന്റെ ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ടുള്ള ഒരു വളരെ ശക്തമായ ഓർത്തെടുക്കലുകൾക്ക് കാരണമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത ആശംസക്കായി ശ്രീ വിജു വർമ്മ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ക്ഷമ പറയുകയാണ് ആദ്യം. ഞാൻ 4:15 എന്നാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ ഇതിനു മുമ്പൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് വളരെ ധൃതിപ്പെട്ട് വന്നു. കുറച്ച് നേരത്തെ തുടങ്ങിയെന്ന് തോന്നുന്നു, ക്ഷമിക്കുക. കഴിഞ്ഞ 2 ദിവസമായി സാഹിത്യ അക്കാദമിയും ഭാരത് ഭവനും നാട്യഗ്രഹവും
സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ ലെജൻഡറി ആയിട്ടുള്ള PJ ആൻ്റണി ഈ ഓർത്ത നിരവധി സെമിനാറുകൾ കഴിഞ്ഞു കാണും. വീണ്ടും അതിലേക്കൊന്നും പോകേണ്ടതില്ല. എനിക്ക് 2-3 ഇമേജസ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത് മാത്രം പറയുക എന്നുള്ള ലക്ഷ്യമേ ഉള്ളൂ. നമ്മുടെയൊക്കെ ഒരു ഓർമ്മയിൽ നമ്മുടെ ഈ ജീവിതകാലത്തിൽ, വർത്തമാനകാലത്തിലൊക്കെ ഒരു പക്ഷേ മനസ്സിൽ തങ്ങി നിൽക്കുന്ന 2-3 ഇമേജ് എനിക്ക് തോന്നിയത് പേഴ്സണലി, ഒന്ന് ഗാന്ധിയുടെ നെഞ്ചിലേക്ക് ഉതിർന്ന വെടിയുണ്ട തന്നെയാണ്. അത് കഴിഞ്ഞ് അധികം മുൻപിലല്ല, പിന്നെ പിന്നിലോട്ട് പോകേണ്ടി വരില്ല. വീണ്ടും ഒരു പാവയെ നിർമ്മിച്ച് ഗാന്ധിയെന്ന് പിന്നെ അസ്യൂം ചെയ്തുകൊണ്ട് വീണ്ടും നിറയൊഴിക്കുന്നു. ഏറ്റവും ഒടുവിൽ ജനാധിപത്യ ഇന്ത്യയുടെ നീതിപീഠത്തിൻ്റെ നേരെ ഒരു ഷൂ പായുന്നു. ഈ 3 ഇമേജസ് വളരെ ശക്തമായി എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അതിന് സമാന്തരമായി തന്നെ നിൽക്കുന്ന വലിയൊരു ഇമേജാണ് ഈ വാളും ചിലമ്പും ഒക്കെയായി നിൽക്കുന്ന PJ ആൻ്റണിയുടെ ഈ രൂപം, ആ ഇമേജ്. ഈ വർത്തമാനകാല ഇന്ത്യയിൽ എത്ര കണ്ട് സാധ്യമാവും? കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായും ഈ ആശങ്ക തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. നമ്മൾ കാണുന്നുണ്ട്, ജനാധിപത്യം എന്ന് നമ്മളിപ്പോഴും പറയുമ്പോഴും ഏകാധിപത്യമാണോ ജനാധിപത്യമാണോ ഫാസിസമാണോ ഒന്നും വേർതിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഭരണകൂടം കൃത്യമായും പല രീതിയിൽ ചരിത്രത്തെ തമസ്കരിക്കുന്നു, കപട ചരിത്രം എഴുതുന്നു. അത് സിനിമയായി, സിലബസായി, ഏതൊക്കെ രീതിയിൽ സാധ്യമാണോ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നിർലജ്ജം ഇത് ചരിത്രത്തെ വളച്ചൊടിച്ച് മാറ്റി എഴുതി മുന്നോട്ട് പോവുകയാണ്. പ്രതിരോധിക്കുക ഏതൊക്കെ രീതിയിൽ സാധ്യമാവും എന്നുള്ളത് അറിയില്ല. പക്ഷേ അതിനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട്. എൻ്റെ ചെറിയൊരു അനുഭവം, നാടകവുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം, അത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പം സുധി ഇവിടെ സംസാരിച്ചു, ഞാൻ ഇടയ്ക്കാണ് വന്ന് കയറിയെങ്കിലും മതം ഏത് രീതിയിൽ നമ്മളുടെ ഒരുപക്ഷെ ഇത് ഇനിയും വഴങ്ങാത്ത ഒരു തുരുത്തായി നിൽക്കുന്ന കേരളത്തെയെങ്കിലും പിടികൂടുന്നു എന്നുള്ളത് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ P. ബാലചന്ദ്രൻ്റെ പാവം ഉസ്മാൻ എന്ന നാടകം വർഷങ്ങൾക്ക് മുമ്പ് കാറൽ മണ്ണയിൽ അവതരിപ്പിക്കുകയാണ്. അപ്പം അതിൻ്റെ റിഹേഴ്സൽ നടക്കുന്ന സമയത്ത് അതിൽ ഒരു ബാങ്ക് വിളി നാടകത്തിൻ്റെ തുടക്കത്തിലുണ്ട്. ബാങ്ക് വിളി നമ്മൾ പല രീതിയിലും പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. വിദേശങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ഗൾഫ് കൺട്രീസിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പല രീതിയിൽ സ്വരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ആ നാടകത്തിന് അനുയോജ്യമായ രീതിയിൽ അത് പിന്നെ കൊറിയോഗ്രാഫ് ചെയ്തു, അതിനെ ഡിസൈൻ ചെയ്തു. അത് അവതരിപ്പിക്കുമ്പോൾ നാടകാവതരണത്തിന് തൊട്ട് മുമ്പ് ഒരു സംഘം ആളുകൾ വന്ന് നാടകം തടഞ്ഞു, അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വലിയ ആശങ്കയായി. നിങ്ങൾ കുറേ ദിവസമായി നിങ്ങളുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു, ബാങ്കിനെ അവഹേളിക്കുന്നു എന്ന് ചോദിച്ചു. വലിയ പ്രശ്നമായി അവിടെ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ, ഞാൻ പ്രതീക്ഷയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സംഘം ചെറുപ്പക്കാർ വന്നിട്ട് പറഞ്ഞു, നാടകം അവതരിപ്പിച്ചില്ലെങ്കിൽ ഇവിടെ ഒന്നും പോവില്ല എന്ന് പറഞ്ഞു. ഇതേ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ആളുകൾ തന്നെ, ഞാൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം എടുത്തു പറയല്ല, നിങ്ങളിത് അവതരിപ്പിച്ചിട്ടേ ഇവിടുന്ന് പോകൂ എന്ന് പറഞ്ഞു. അത്തരമൊരു അടുത്ത് ആശംസ അർപ്പിക്കുന്നത് ഭാരത് ഭവൻ്റെ മെമ്പർ സെക്രട്ടറി ശ്രീ പ്രമോദ് വയ്യന്നൂർ. വേദിയിലെ ആദരണീയനായ അധ്യക്ഷൻ പള്ളിയറ ശ്രീധരൻ സാർ, ഉദ്ഘാടകൻ ഗുരുതുല്യനായ അലിയാർ സാർ, ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച സ്കൂൾ ഓഫ് ഡ്രാമയുടെ വളരെ അഭിമാന വിദ്യാർത്ഥികളായ ശ്രുതി ദേവയാനി, ശ്രുതിയേച്ചി,
ഇന്ത്യൻ നാടകരംഗത്ത് സ്ത്രീപക്ഷ നാടകങ്ങളെ കരുതലോടെ അരങ്ങിലെത്തിക്കുന്ന എഴുത്തുകാരിയും സംവിധായികയും അഭിനേത്രിയുമാണ് എന്ന് നമുക്കറിയാം. വളരെ മനോഹരമായിട്ട് പി ജെ ആന്റണിയെ കുറിച്ച് സംസാരിച്ചു. ബിജുവേട്ടൻ ഡോക്യുമെന്ററി മേക്കർ എന്നുള്ള രീതിയിലും നാടക സംവിധായകൻ എന്നുള്ള രീതിയിലും എഴുത്തുകാരൻ എന്നുള്ള രീതിയിലും സാംസ്കാരിക പ്രവർത്തകൻ എന്നുള്ള രീതിയിലും ഒക്കെ സജീവമായി ഇടപെടുന്ന വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ വേദിയിലെ മറ്റൊരു വിശിഷ്ട വ്യക്തിത്വം ശിവൻ സാറാണ്. കേരളത്തിലെ വിഖ്യാതരായിട്ടുള്ള ഏറ്റവും ശ്രദ്ധയുള്ള കരുതലുള്ള സാംസ്കാരിക സംഘാടകരുടെ ലിസ്റ്റ് എടുത്താൽ ഒരുപക്ഷെ എനിക്ക് ആദ്യം എടുത്തു പറയാൻ പറ്റുന്നത് ടി ആർ അജയൻ സാറാണ്. പാലക്കാട് ടി ആർ അജയൻ സാർ സ്വരലയ സംഘടിപ്പിക്കുന്ന എത്രയെത്ര പ്രോഗ്രാമുകൾ. അതുപോലെ തലസ്ഥാന നഗരിയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ, ഇവിടുന്ന് ഇങ്ങോട്ട് ആലോചിക്കുമ്പോൾ ശിവൻ സാറിന്റെ പേര് നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. എത്ര കാലമായിട്ട് ഇങ്ങനെ നാടകവേദിയെയും സാംസ്കാരിക പ്രവർത്തനങ്ങളെയും കൂട്ടിയിണക്കി സംഘാടനത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഓരോ കാര്യങ്ങളെയും എത്തിക്കുവാൻ അർപ്പണത്തോടെ ഇടപെടുന്ന പ്രിയപ്പെട്ട സംഘാടകൻ, അതുപോലെ തന്നെ അഭിനേതാവ് ഒക്കെ ആയിട്ടുള്ള ശിവൻ സാറ്. ശ്രീകല ചേച്ചി വേദിയിലുണ്ട്. നാട്യഗൃഹയുടെ ട്രഷറർ എന്നുള്ള രീതിയിൽ വളരെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ശ്രീകല ചേച്ചി. മറ്റൊരാൾ വേദിയിലുള്ളത് സാബു മാഷാണ്. ഇതിനെ എങ്ങനെയൊക്കെ രൂപകൽപ്പന ചെയ്തതിൽ സാബു മാഷയുടെ ചിന്തകളാണ് അതിന് തെളിച്ചം നൽകിയത്, അത് യാഥാർത്ഥ്യമാക്കിയത് എന്ന് പറയാതെ വയ്യ. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണവും പി ജെ ആന്റണിയെ കുറിച്ചിട്ടുള്ള അത്തരം കലാകാരനോട് കാണിക്കേണ്ടുന്ന മര്യാദകളെ കുറിച്ചിട്ടുള്ള കരുതലാർന്ന ചിന്തകളുമൊക്കെ ഇതിന് സഹായകമായിട്ടുണ്ട്. സദസ്സിലിരിക്കുന്നവരും ഓരോരുത്തരും ശ്രീജ ആറങ്ങോട്ടുകരയെ പോലുള്ള വളരെ ശ്രദ്ധേയായിട്ടുള്ള എഴുത്തുകാരി, അതുപോലെ ഒരുപാട് പേര്, സിന്ധു എന്ന് പറയുന്ന കവയിത്രി, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് നോവലിസ്റ്റ്, ഒരുപാട് സദസ്സുള്ളവരും വളരെ പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. പി ജെ ആന്റണിയെ കുറിച്ച് പറയുമ്പോൾ ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിയ യോൺ ഒലാവ് ഫൊസെ എന്ന് പറയുന്ന വിഖ്യാതനായ നോർവീജിയൻ നാടകത്തിനെ കുറിച്ച് പറയാതെ വയ്യ. ഒരു വർഷം മുമ്പെയാണ് നൊബേൽ പ്രൈസ് നോർവീജിയൻ നാടകൃത്തായ യോൺ ഒലാവ് ഫൊസയ്ക്ക് വന്ന് അണഞ്ഞത്. ഇബ്സന് ശേഷം യൂറോപ്പിൽ ഏറ്റവും ശക്തമായിട്ട് നാടകങ്ങൾ എഴുതിയ, നാടകത്തിന് വ്യത്യസ്തമായ രചിതപാഠങ്ങൾ നൽകിയ നാടകൃത്തും നോവലിസ്റ്റുമാണ് യോൺ ഒലാവ് ഫൊസെ എന്ന് നമുക്കറിയാം. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നവരെ, പ്രാന്തവൽക്കരിക്കപ്പെടുന്നവരെ അവരുടെ ശബ്ദമായി മാറുക, അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഉച്ചത്തിൽ തന്റേടത്തോടെ ഏത് മാമൂലുകളെയും ധിക്കരിച്ചുകൊണ്ട് പറയുവാനുള്ള തന്റേടം യോൺ ഒലാവ് ഫൊസെ അദ്ദേഹത്തിന്റെ നാടകങ്ങളിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പുതിയ രചിതപാഠത്തിന്റെ സ്ട്രക്ചറാണ് നാടകരചനയ്ക്ക് അദ്ദേഹം ഉപയോഗിച്ചത് എങ്കിലും പഴയ കാലത്ത് ഈ ഒരു ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറിയ, അവരുടെ നാക്കും ഊക്കും പ്രതിരോധവുമായി മാറിയ നാടകങ്ങളാണ് പി ജെ ആന്റണി മുന്നോട്ട് വെച്ചത്. അതുകൊണ്ടാണോ എന്നറിയില്ല പി ജെ ആന്റണിയെ അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി വർഷത്തിൽ വേണ്ടത്ര കേരളം ആഘോഷിക്കുന്നുണ്ടോ എന്ന്. കാരണം ഇപ്പൊ നാട്യഗൃഹയും കേന്ദ്ര സംഗീത നാടക അക്കാദമിയും ഭാരത് ഭവനും ഒക്കെയായി ചേർന്ന് ഇവിടെ നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട സമയം ഇത്തരം ഒരു കലാകാരന് ആദരവർപ്പിക്കാനുള്ള കാര്യവുമായി ഒത്തുചേരുമ്പോൾ പി ജെ ആന്റണിക്ക് വേണ്ടത്ര രീതിയിലുള്ള ആഘോഷങ്ങൾ എന്തുകൊണ്ട് മറ്റു ചിലയിടങ്ങളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്, അപൂർവമായിട്ടാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതില്ലാത്തത് പുതിയ കാലഘട്ടത്തിന്റെ ഒരു ജീവിത രീതി ശാസ്ത്രമാണ് എന്ന് പറയേണ്ടതുണ്ട്. ഇപ്പൊ ഇവിടെ ഈ ഇൻഫ്ലുവൻസിന്റെയൊക്കെ കാലഘട്ടമാണ്. ഇപ്പൊ പണ്ട് പി ജെ ആന്റണിയും അതുപോലെ വിഖ്യാതരായിട്ടുള്ള വ്യക്തിത്വങ്ങളും അതുപോലെ എഴുതപ്പെടുന്ന ഗലീലിയോയും സോക്രട്ടീസും ഒക്കെ പോലുള്ള വിഖ്യാതരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തത്, സമൂഹത്തെ വഴി നടത്തിയവർ. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് പുതിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എന്തൊക്കെ നെഗറ്റീവുകൾ എഴുതിയിട്ട് ഇൻഫ്ലുവൻസ് എന്നുള്ള രീതിയിലൊക്കെ ഹൈലൈറ്റിലേക്ക് വരുന്ന ആൾക്കാർ, അത്തരം ആൾക്കാരൊക്കെ ഉള്ള ഒരു വേദിയാണ് ഇതെങ്കിൽ ഇവിടെ ആൾക്കൂട്ടം വന്ന് നിറഞ്ഞേനെ. മറ്റൊരു കാര്യം, ഈ പറയുന്ന ശിവൻ സാറും അലിയാർ സാറും ഒക്കെ ഇവിടുത്തെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലേക്കും ഇത് എഴുതി കാര്യങ്ങൾ അറിയിക്കുകയും മാധ്യമങ്ങളിൽ ഇത് വരികയും ഇന്നലെയും ഇന്നുമായിട്ട് നല്ല വാർത്തകൾ വരികയും ചെയ്തിരുന്നു. വാർത്താ മാധ്യമം എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ മറ്റുള്ളവരുമായി സംവദിക്കാനുള്ള ഇടമാണ്. ആ ഇടത്തിൽ നിന്ന് പി ജെ ആന്റണിയെ നമ്മൾ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ ജി ശങ്കരപ്പിള്ള സാറിനെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ, നരേന്ദ്രപ്രസാദ് സാറിനെ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അവരുമായുള്ള ഇഷ്ടം രേഖപ്പെടുത്താൻ വന്നണയുക എന്ന് പറയുന്നത് തീർച്ചയായും ഓരോ നാടകത്തിനെ സ്നേഹിക്കുന്നവരുടെയും അതുപോലെ തന്നെ സാംസ്കാരിക രംഗത്തെ സ്നേഹിക്കുന്നവരുടെയും
കടമയും കർത്തവ്യവുമാണ് എന്നുള്ളതാണ് സത്യം. അലിയാർ സാർ നേരത്തെ പറഞ്ഞതിനെ കുറിച്ച് കൂടി ഒന്ന് പറയേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. സാറ് വളരെ അന്വർത്ഥമായിട്ടുള്ള ഒരു പ്രയോഗം നടത്തി. നിർമാല്യം എന്ന് പറയുന്ന സിനിമയിൽ ആ വെളിച്ചപ്പാടിന്റെ നടത്തം കാലുവെന്ത നായയെ പോലെയാണ് എന്ന് പറയുന്നു. ഉള്ളിന്റെ ഒരു പുകച്ചിലും ഈ ദാരിദ്ര്യത്തിന്റെ അവസ്ഥയും കുടുംബം പോറ്റാനുള്ള അദ്ദേഹത്തിന്റെ വല്ലാത്ത ധർമ്മ സങ്കടങ്ങളും ഒക്കെ കൊണ്ട് ആ മനുഷ്യൻ അതിന് കാല് നീട്ടി വെച്ചിട്ടാണ് നടക്കുന്നത്. എനിക്കത് പറയുമ്പോൾ അലിയാർ സാർ പറയുമ്പോൾ ഓർമ്മ വന്നത് ഭരത് മുരളി എന്ന് പറയുന്ന മറ്റൊരു വിഖ്യാതനായിട്ടുള്ള അഭിനേതാവിനെ കുറിച്ചാണ്. അലിയാർ സാറൊക്കെ സംഗീത നാടക അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് നിൽക്കുമ്പോൾ ഭരത് മുരളി ചെയർമാനായിട്ട് പ്രവർത്തിക്കുന്ന സമയത്താണ് ഇടശ്ശേരിയുടെ ജന്മശതാബ്ദി വർഷത്തിൽ നമ്മൾ കൂട്ടുകൃഷി എന്ന് പറയുന്ന നാടകം ചെയ്തത്. നിലമ്പൂർ ആയിഷയെ പോലെ വിഖ്യാതയായിട്ടുള്ള അഭിനേത്രികൾ അടക്കമുള്ള ഒരു സംഘം കേരളത്തിലുടനീളം നാടകവുമായിട്ട് സഞ്ചരിക്കുന്നു. അതിന്റെ സംവിധായകനാകാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ചതുകൊണ്ട് തന്നെ ആ റിഹേഴ്സൽ ക്യാമ്പ് തൃശ്ശൂർ സംഗീത നാടക അക്കാദമിയിൽ നടക്കുന്ന വേളയിൽ അതിന്റെ റിഹേഴ്സൽ സമയത്തിന്റെ ഒരു ഇടനേരത്ത് മുരളിയേട്ടൻ ഭരത് മുരളി എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അഭിനേതാവും നമ്മുടെ മാർഗദർശിയുമായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹം ചോദിച്ചു, ഈ പാടത്ത് കർഷകർ നടക്കുന്നത് എങ്ങനെയാണ് എന്ന് പ്രമോദ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ 1-2 ഉത്തരങ്ങൾ പറഞ്ഞു. ഒന്ന്, നടന്നു കാണിക്കൂ എന്ന് പറഞ്ഞു. ഞാൻ നടന്നു കാണിച്ചു. ഞാനൊരു കാർഷിക കുടുംബത്തിൽ പിറന്ന ഒരാളാണ്. പയ്യന്നൂരിന്റെ ഏഴുമലയുടെ താഴ്വാരത്തൊക്കെയുള്ള പാടശേഖരങ്ങളിലൊക്കെ ഈ കൊയ്ത്തു സമയത്തൊക്കെ അതിന് ജോലി ചെയ്യുന്നവർക്ക് കഞ്ഞിയും കറികളും ഒക്കെ കൊണ്ടുകൊടുക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പൊ അന്നേരം കാണുന്ന ചില കാഴ്ചകൾ മാത്രമാണ് എൻ്റെ ഒരു അറിവ്. പക്ഷേ ഞാൻ ചെയ്തപ്പോൾ മുരളിയേട്ടൻ ഈ കാലിന്റെ ചൂണ്ടുവിരൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അതിങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു രീതി കാണിച്ചു തന്നു. എന്തുകൊണ്ടാന്ന് വെച്ചാൽ കാലിൽ അല്ലെങ്കിൽ ഈ ഇവർ നടക്കുമ്പം ചളിയിൽ സ്ലിപ്പായി പോകും. അപ്പൊ അതുകൊണ്ട് ഈ 2 ചൂണ്ടുവിരലുകൾ ഇങ്ങനെ മടക്കി കുത്തി നടക്കുന്ന ഒരു രീതിയാണ് കർഷകർ ഉപയോഗിക്കുന്നത്. സൂക്ഷ്മതയാണ് അഭിനേതാവിന്റെ നിരീക്ഷണ പാഠവുമാണത്. അതുകൊണ്ടാണ് ഭരത് മുരളി ആകുന്നതും പി ജെ ആന്റണി ആകുന്നതും. കാലുവെന്ത നായയെ പോലെ നടക്കുന്ന ഒരു കഥാപാത്രം അതിലേക്ക് വരുന്നത് ആ കഥാപാത്രത്തിന്റെ ആത്മാംശത്തെ അതുപോലെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അങ്ങനെ പി ജെ ആന്റണി ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറുന്നത്. പി ജെ ആന്റണിയുടെ ഒരുപാട് നാടകങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാനുണ്ട്. ഒരു ഡോക്യുമെന്ററി മേക്കർ എന്നുള്ള രീതിയിൽ ഇന്നലെ പി ജെ ആന്റണിയെ കുറിച്ച് ചെയ്ത ആ ഡോക്യുമെന്ററിയുടെ കാണിച്ചപ്പോൾ ഞാനിങ്ങനെ തിലകൻ ചേട്ടനൊക്കെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ ഒന്നുകൂടി ഓർക്കുകയായിരുന്നു. വിശന്ന് വലഞ്ഞ വേളകളിലും ഒരു മുറിയുടെ അകത്ത് ഇരുന്ന് ഒരു നാടകം എഴുതേണ്ടുന്ന സമയത്ത് സർഗസമർപ്പണത്തിന്റെ ഏറ്റവും അങ്ങേയറ്റമുള്ള സമർപ്പണ ബോധത്തോടു കൂടിയിട്ട് ആ നാടകം എഴുതിത്തീരുന്നത് വരെ പി ജെ ആന്റണി വിശപ്പ് സഹിച്ചുകൊണ്ട് കൈ പിറകിൽ കെട്ടി അങ്ങും ഇങ്ങും നടന്ന് കഥാപാത്രത്തെയും സിറ്റുവേഷനെ കുറിച്ചും പറയുമ്പോൾ തിലകൻ ചേട്ടൻ മനോഹരമായി അത് എഴുതിയെടുത്തുകൊണ്ടേയിരുന്നു. വയറ്റിലൊന്നുമില്ല, വിശപ്പ്. ഈ വിശപ്പിന്റെ സമയത്ത് പി ജെ ആന്റണി പറയുന്നുണ്ട്, ഇപ്പം ഈ നട്ടെല്ല് വയറിന്റെ അകത്തൂടെ വയറ് നോക്കിയാൽ നട്ടെല്ല് തെളിഞ്ഞു കാണാം എന്ന് പറഞ്ഞത് തിലകൻ ചേട്ടൻ പറയുന്നുണ്ട്. അപ്പം തിലകൻ ചേട്ടനോട് എന്നിട്ട് ഒരു തമാശയും ആ വിശപ്പിന്റെ ഇടയിൽ പറയുന്നു, നിനക്ക് കുറച്ച് കുടവയറുള്ളത് കൊണ്ട് ആ നട്ടെല്ല് കാണില്ല, ഇതാ എന്റെ വയറിലൂടെ ആ നട്ടെല്ല് കാണാമെന്ന്. വിശപ്പ് സഹിച്ച് അതുപോലെ തന്നെ സിനിമ ചെയ്യുന്ന സമയത്ത് പെരിയാർ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത ആളാണ് പി ജെ ആന്റണി. അതുപോലെ ഒരുപാട് കഥകൾ, നോവലുകൾ പി ജെ ആന്റണിയുടേതായിട്ട് മലയാള ചലച്ചിത്രത്തിനുണ്ട്. അതുമാത്രമല്ല തിരക്കഥയുടെ രീതിയിലായാലും കവി എന്നുള്ള രീതിയിലും അഭിനേതാവ് എന്നുള്ള രീതിയിലും മുദ്രകുത്തിയ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ സർഗപരതയ്ക്കനുസരിച്ചിട്ടുള്ള റെമ്യൂണറേഷൻ ഒന്നും വാങ്ങിക്കാൻ അറിയില്ലായിരുന്നു. അതിനൊന്നും വേണ്ടിയിട്ട് അദ്ദേഹം തർക്കിക്കാറുമുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ മറ്റൊന്നും സാമ്പത്തികമായിട്ട് ബാക്കി വയ്ക്കാതെ ഏറ്റവും നന്നായി ചെയ്യാവുന്നത് കലയുടെ മൂല്യത്തിന്, ജനകീയതയ്ക്ക്, സമൂഹത്തിന് വേണ്ടിയിട്ട് അത്തരം വെളിപാടുകളും വെളിച്ചങ്ങളും പകരാൻ വേണ്ടിയിട്ട് ജീവിതം നീക്കിവെച്ച സർഗതനായിട്ടുള്ള ഒരു കലാകാരന്റെ ഓർമ്മ പുതുക്കുക എന്ന് പറയുന്നത് സാംസ്കാരിക കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ആവശ്യമാണ്. ആ ആവശ്യങ്ങളെ ഇനിയും കൂടുതൽ കരുത്തോടുകൂടി നാട്യഗ്രഹയും അതുപോലെ തന്നെ സൂചിച്ചുണ്ട്, ഇവിടെ ബിജുചേട്ടനുണ്ട്, ഒരുപാട് പേരുണ്ട്. നമുക്ക് സംഘടിച്ചുകൊണ്ട് തന്നെ പി ജെ ആന്റണിയുടെ ജീവിതത്തെ, അദ്ദേഹത്തിന്റെ സോക്രട്ടീസ് എന്ന് പറയുന്ന നാടകമൊക്കെ എന്തൊരു പ്രസക്തമാണ്, ഏത് കാലത്തും പ്രസക്തമായ കാര്യമാണല്ലോ. സത്യത്തിന് വേണ്ടിയിട്ട് ഉള്ള ജീവിതത്തിന്റെ ഏറ്റവും തെളിച്ചമുള്ള വെളിപാടാണ് നാടകം പറയുന്നത്. അപ്പോൾ അത്തരം
രീതിയിലുള്ള നാടകങ്ങളിലൂടെ പി ജെ ആന്റണി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ സർഗാത്മകതയുടെ തെളിച്ചവും വെളിച്ചവും കരുത്തും നിറവും ഒക്കെ അറിയിക്കുവാൻ, കാലത്തിനോട് വിളിച്ചു പറയുവാൻ ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർക്ക് ബാധ്യതയുണ്ട്. നാടക പ്രവർത്തകർക്ക് അതിനുള്ള കരുതലുണ്ടാകണം. അതിൽ നിങ്ങളുടെ ഒപ്പം ഏത് രീതിയിലും പ്രവർത്തിക്കുവാൻ സന്നദ്ധനാണ് എന്ന് മാത്രം അറിയിച്ചുകൊണ്ട് പി ജെ ആന്റണിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്ത ചെമ്പനീർ പൂക്കൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹം. അടുത്ത ആശംസ അറിയിക്കുന്നത് ശ്രീ പി വി ശിവൻ. വേദിയിലും സദസ്സിനുമുള്ള ബഹുമാന്യരെ, സുഹൃത്തുക്കളെ, ഒരു പ്രസംഗം എന്നതിലുപരിയായിട്ട് നന്ദി പ്രകാശിപ്പിക്കാൻ കൂടിയാണ്, വ്യക്തിപരമായിട്ടുള്ള ഒരു നന്ദി പ്രകാശിപ്പിക്കാൻ കൂടിയാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. പി ജെ ആന്റണിയെപ്പോലുള്ള ഒരു മഹാകലാകാരൻ വ്യാപരിച്ച എല്ലാ മേഖലകളിലും തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ സർഗപ്രതിഭയുള്ള ഒരു വലിയ കലാകാരനെ സ്മരിക്കുക വഴി ആ കാലഘട്ടത്തെയും അദ്ദേഹം കടന്നു വന്ന പരീക്ഷണങ്ങളുടെയും ഒക്കെ ഒരു വിലയിരുത്തലിനും സാക്ഷിയാകുവാൻ നമ്മുടെ മെമ്പേഴ്സിന് അത് പകർന്നു കൊടുക്കുവാൻ ഒരവസരം ഞങ്ങൾക്കുണ്ടാക്കി തന്ന കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സംഘാടകരെ പ്രത്യേകം സ്മരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ പ്രമോദ് ഇവിടെ പറയുകയുണ്ടായി, നാടകത്തെക്കുറിച്ചും നാടകത്തിൻ്റെ വികാസത്തെക്കുറിച്ചും നാടകത്തെ എങ്ങനെ നമ്മുടെ ആൾക്കാർ നോക്കിക്കാണുന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഒരു വിശകലനം അദ്ദേഹം കഴിഞ്ഞ ദിവസം നടത്തുകയുണ്ടായി. വാസ്തവത്തിൽ നമ്മളെ കുറച്ച് എൻ്റെ സുഹൃത്തുക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. നാടകക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം, ഒന്ന്, നാടകം കളിക്കുന്നത് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ നാടകത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള സാമ്പത്തികമായ ഒരു വരുമാനമില്ല. ഗവൺമെന്റിൽ നിന്നോ മറ്റതുപോലെ മുമ്പ് കിട്ടിക്കൊണ്ടിരുന്ന സ്പോൺസർമാരിൽ നിന്നോ യാതൊരു സഹായവും കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ ഒരു ദുരിത കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് നാടകക്കാർ. ഒരല്പം ആശ്വാസം ശ്രീ പ്രമോദ് പയ്യനെ പോലുള്ള ആൾക്കാരാണ്. ഈ ഓഡിറ്റോറിയം ഒക്കെ അദ്ദേഹം ഞങ്ങൾക്ക് വിട്ടുതരുന്നുണ്ട്. അതേപോലെ തന്നെ അപ്പുറത്ത് മണ്ണരങ്ങ് അദ്ദേഹം തന്നെ പേരിട്ട് തുടങ്ങിയ ഒരു ഓപ്പൺ എയർ തിയേറ്ററാണത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തുന്നത്. നാട്യഗൃഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പേരുള്ള ഒരു സംഘടനയാണ്, പക്ഷെ പ്രവർത്തകർ അധികമില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ, ഹാൻഡ്ഫുൾ ഓഫ് ആൾക്കാർ മാത്രമേ ഉള്ളൂ. 1970കളുടെ അവസാനം 80കളുടെ ആദ്യം ശ്രീ നരേന്ദ്രപ്രസാദ്, നമ്മുടെ അലിയാർ സാറ്, കടമ്മനിട്ട രാമകൃഷ്ണൻ, ഡോക്ടർ അയ്യപ്പ പണിക്കർ മുതലായ ആൾക്കാർ നേതൃത്വം കൊടുത്തു തുടങ്ങിയ ഒരു അമേച്വർ നാടക സംഘമാണ്. ആദ്യത്തെ കുറേ കാലം വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചു. അതിനകത്തുണ്ടായിരുന്ന മുരളി ഉൾപ്പെടെയുള്ള ആൾക്കാർ സിനിമയിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ കുറേ കാലം അതിൻ്റെ പ്രവർത്തനം മന്ദീഭവിച്ചു. 2014 ഞങ്ങൾ വീണ്ടും അത് പുനർജീവിപ്പിച്ചു. അതിനുശേഷം കുറേ നാടക ചർച്ചകളും നാടകങ്ങളും ഒക്കെ അരങ്ങേറുകയുണ്ടായി. അന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് തിരുവനന്തപുരത്തുള്ള അമേച്വർ സംഘങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നാടകരംഗത്ത് ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം എന്നുള്ളതാണ്. മറ്റേത് രംഗത്തെയും പോലെയും അവിടെയും ചില അസ്വാരസ്യങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, താൻപോരിമ അങ്ങനെയുള്ള കുറേ ഒരു കാര്യങ്ങൾ കാരണം ഇത് നടക്കുന്നില്ല. പക്ഷെ അതൊന്നും വകവെക്കാതെ തന്നെ ഞങ്ങളുടെ വളരെ പരിമിതമായ സൗകര്യങ്ങൾ ഉപയോഗിച്ച് കുറച്ച് അർത്ഥവത്തായ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. അതിലൊന്നാണ് ഈ പ്രോഗ്രാം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓംചേരിയുടെ നാടക പ്രപഞ്ചം എന്നൊരു ബുക്ക് ഞങ്ങളുണ്ട്. 5 ദിവസം നീണ്ടുന്ന ഓംചേരി നാടകോത്സവം. ആ 5 ദിവസവും ഓംചേരിയുടെ നാടകത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നാടകാനുഭവങ്ങളെക്കുറിച്ച് നേരിട്ടുള്ള സംവാദം, മറ്റുള്ളവരുടെ പേപ്പർ പ്രസന്റേഷൻ, അതൊരു ബുക്കായിട്ട് ഞങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് നരേന്ദ്രപ്രസാദിൻ്റെ 5 ദിവസം നീണ്ടുനിന്ന നാടകങ്ങളെക്കുറിച്ചുള്ള ഇതേപോലുള്ള ഒരു ക്യാമ്പും നാടക അവതരണം നടത്തിയുണ്ടായി. അതേക്കുറിച്ചൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുണ്ടായി. ശങ്കരപ്പിള്ള സാറിൻ്റെ നാടകത്തെക്കുറിച്ച് ഒരു 5 ദിവസത്തെ ഇവിടെ വെച്ചാണ് ഫെസ്റ്റിവൽ നടന്നത്. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ നടന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ ജഗതി NK ആചാര്യരുടെ 100ാമത് വർഷം. പലരും അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്ന ഓൾ ഇന്ത്യ റേഡിയോ പോലും വിസ്മരിച്ച് കളഞ്ഞ ഒരു സംഭവം ഞങ്ങൾക്കിടത് ചെയ്യാൻ സാധിച്ചു. അതുപോലെ ഞാൻ പറയാൻ കാര്യം,
നമ്മളെ മുന്നോട്ട് നയിച്ച കുറെ ആൾക്കാരുണ്ട്. കലാസാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലെ വെള്ളി വെളിച്ചത്തിൽ നിന്ന കുറെ ആൾക്കാരുണ്ട്. അവരൊക്കെ ഓർമ്മകളുടെ മറവിയിലേക്ക് പോയി കഴിഞ്ഞു. അവരെയൊക്കെ ഓർത്തെടുക്കുകയും അവരുടെ സംഭാവനകളെ സ്മരിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. നമ്മുടെ സംസ്കാരത്തിന് സമാന്തരമായിട്ട് പ്രതിസംസ്കാരവും വളർന്നുകൊണ്ടിരിക്കുകയാണ്. വീണുകൊണ്ടിരിക്കുന്ന സംസ്കാരത്തെ പിടിച്ചെഴുന്നേൽപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വളരെ ആവശ്യമാണ്. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതിന് തമ്മിൽ താല്പര്യമില്ല. പക്ഷേ അവരെ ചെറിയ ഒരു ഹോമിയോ മരുന്ന് കൊടുക്കുന്ന പോലെ മധുരം പുരട്ടിയ ചില കാര്യങ്ങളിലൂടെ അവരെ ആകർഷിക്കുകയും നമ്മുടെ ഇന്നത്തെ നിലയിലുള്ള കലയും സാഹിത്യവും ഒക്കെ എവിടെ എത്തി നിൽക്കുന്നു, അതിന് കാരണക്കാരായിട്ടുള്ളവർ ആരൊക്കെയാണ് എന്ന് തെളിയിച്ചു കൊടുക്കേണ്ടത് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ കടമയാണ്, ഉത്തരവാദിത്തമാണെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നാടകിന്റെയും അതുപോലെ സ്ത്രീപക്ഷ നാടകവേദിയായ സുധിയുടെ നിരീക്ഷ, അതുപോലെ ഒരുപാട് സംഘടനകൾ തിരുവനന്തപുരത്തുണ്ട്. എല്ലാവരും നാടകത്തിന്റെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാ ആൾക്കാരെയും ഈ കാര്യങ്ങൾ അറിയിക്കാറുണ്ട്. പി.ജെ. ആന്റണി അദ്ദേഹത്തിന്റെ നാടകത്തെക്കുറിച്ച് വിശദമായിട്ട് പറയുകയുണ്ട്. കഴിഞ്ഞ 2 ദിവസം നടന്ന ചർച്ചകൾ വാസ്തവത്തിൽ ഒരു ഇൻസൈറ്റ് തരുന്ന ചർച്ചകളായിരുന്നു. ഇതിനകത്ത് പങ്കെടുത്ത ആൾക്കാർ, ഇതിനകത്ത് കേൾവിക്കാർ വളരെ കുറവാണെങ്കിലും ഇതിനകത്ത് പങ്കെടുത്ത വിഷയാവതാരകർ ഓരോരുത്തരും അതിഗംഭീരമായിട്ട് പഠിച്ചിട്ടാണ് അവതരിപ്പിച്ചത്. ഇത് കേൾക്കാൻ വരാതിരുന്ന നാടകപ്രവർത്തകർക്ക് ഒരു വലിയ നഷ്ടമാണെന്നാണ് എൻ്റെ വിശ്വാസം. അത്ര മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചത്. ഇപ്പൊ ആർതർ മില്ലർ എന്ന് പറഞ്ഞ ഒരു വലിയ എഴുത്തുകാരൻ, ഒരു നിരൂപകൻ പറഞ്ഞത് പ്രതിഷേധത്തിന്റെ ശബ്ദമാണ് നാടകം എന്നാണ്. എന്താണോ അടിച്ചമർത്തപ്പെടുന്നത് അതിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് നാടകം. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു വിവരണം വെച്ച് നോക്കുമ്പോൾ ഒരുപക്ഷെ പി.ജെ. ആന്റണി അതിന്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യം അദ്ദേഹം ഈ കേശവദേവ് പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു, ഞാൻ എഴുതിയിട്ടില്ല, അലറി വിളിച്ചിട്ടേ ഉള്ളൂ എന്ന് കേശവദേവ് പറഞ്ഞത് ഒരുപക്ഷെ നാടകത്തിൽ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹവും പ്രാവർത്തികമാക്കി എന്നുള്ളതാണ്. പ്രതിഷേധത്തിന്റെ ശബ്ദമായിരുന്നു. സമൂഹത്തിലെ അനീതികൾക്കെതിരെ, വിവേചനങ്ങൾക്കെതിരെ, മതത്തിന്റെ അതിക്രമങ്ങൾക്കെതിരെയൊക്കെ ഇത്രയധികം ശക്തമായി പ്രതികരിച്ച അപൂർവം ചില ആൾക്കാർ മാത്രമേ നമ്മുടെ പഴയ കാലഘട്ടത്തിലുള്ളൂ. ഇവിടെ കഴിഞ്ഞ ദിവസം പറയുണ്ടായി, EMS അദ്ദേഹത്തെ വിളിച്ചിട്ട് വിമോചന സമരത്തെക്കുറിച്ചുള്ള നാടകം ചെയ്യണം. വാസ്തവത്തിൽ അന്ന് വളരെയധികം ഉത്പതിഷ്ണുക്കളായിട്ടുള്ള, വളരെയധികം കടന്നു ചിന്തിക്കുന്ന, ഭാവിയെ കാണുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു. അതേപോലൊരു സംഭവമാണ് AKG ഡൽഹിയിൽ വെച്ച് ആലപ്പുഴയിലെ കയർ തൊഴിലാളികൾ ഒരു ദീർഘകാല സമരത്തിലിടപെട്ടപ്പോൾ അവരെ പിരിച്ചുവിടുകയും ആ കുടുംബങ്ങൾ പട്ടിണിയാവുകയും ചെയ്തപ്പോൾ അന്ന് ഡൽഹിയിലുണ്ടായിരുന്ന ഓംചേരി വിളിച്ചിട്ട് പറഞ്ഞു, AKG പറഞ്ഞു, നിങ്ങൾ അവിടുത്തെ കയർ തൊഴിലാളികൾക്ക് കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ഒരു ഫണ്ട് സമാഹരണത്തിന് നാടകം ഉണ്ടാക്കണം. അങ്ങനെ ഉണ്ടായതാണ് ഈ വെളിച്ചം നിങ്ങൾക്കുള്ളതാകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ ഒരു നവോത്ഥാന കാലഘട്ടത്തിന്റെ ആദ്യകാലങ്ങളിൽ വളരെ സജീവമായി രംഗത്ത് നിന്ന ഇത്തരം കലാപ്രവർത്തകരെ ഓർക്കേണ്ടത് സമൂഹത്തിന്റെ കടമയാണ്. അപ്പൊ അതിനാണ് വാസ്തവത്തിൽ നമ്മളെപ്പോലുള്ള സംഘടനകൾ മുന്നോട്ടിറങ്ങേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കൂടുതൽ പ്രവർത്തനങ്ങൾ, സക്രിയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സജീവമായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങളുടെ സർഗാത്മകമായ ഇത്തരം പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സാഹിത്യ അക്കാദമിയുടെ പ്രതിനിധികൾക്ക് നാട്യഗ്രഹത്തിന്റെ പേരിൽ ഞാൻ വലിയ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സെമിനാർ അവലോകനത്തിനായി ശ്രീ സാബു കോട്ടിക്കലിനെ ക്ഷണിക്കുന്നു. വളരെ കുറച്ച് സമയം കൊണ്ട് 1-2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം, മാലേറെയെങ്കിലും അതീവ മനോഭിരാമം എന്ന് വീണപൂവിൽ കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്. ദീർഘകാലം ജീവിക്കുക എന്നുള്ളതല്ല, അർത്ഥപൂർണമായി ജീവിക്കുക എന്നുള്ളതാണ് മനുഷ്യൻ എന്ന നിലയിൽ ഒരാൾക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ദൗത്യം. ആ ദൗത്യം മികച്ച നിലയിൽ നിർവഹിച്ചവരെ ഓർക്കുന്നത് ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനമാണ് എന്ന്
സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം അത്ര കേരളത്തിൽ വിപുലമായി ചർച്ച ചെയ്യപ്പെടേണ്ടതില്ല എന്ന് സമകാലിക രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പരിപ്രേക്ഷ്യം തീരുമാനിച്ച വ്യക്തിത്വങ്ങളെ ഞങ്ങൾ ഓർക്കാൻ തീരുമാനിച്ചത്. ആ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് PJ ആന്റണി എന്ന് പറയുന്ന ഇന്നലെയും ഇന്നും അനുസ്മരിച്ച കലാകാരൻ. അതിനു മുമ്പോട്ട് ഞങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് കൊല്ലത്ത് അനുസ്മരിച്ചത് പട്ടത്തുവിള കരുണാകരൻ എന്ന് പറഞ്ഞ കഥാകൃത്തിനെയാണ്. മലയാളികളിൽ വായനക്കാരെന്ന് അഹങ്കാരിക്കുന്നവരിൽ തന്നെ 10% പേർ വായിച്ചിട്ടില്ലാത്ത കഥാകാരനാണ് പട്ടത്തുവിള കരുണാകരൻ എന്ന് ഞാൻ പറയും. നിഷേധിക്കാൻ കഴിയുന്നവർക്ക് നിഷേധിക്കാം, പക്ഷേ എൻ്റെ വിശ്വാസം അതാണ്. പട്ടത്തുവിള കരുണാകരൻ്റെ നട്ടെല്ലികളുടെ ജീവിതം, അല്ലോപനിഷത്ത് തുടങ്ങിയ കഥകൾ വായിച്ചിട്ടുള്ളവർ ഒരുപക്ഷെ ഈ വേദിയിൽ തന്നെ കുറവായിരിക്കും. വായിച്ചിട്ടുള്ളതില്ലെന്ന് ഞാൻ പറയില്ല. പട്ടത്തുവിള. മറ്റൊന്ന് ഞങ്ങൾ അനുസ്മരിച്ചത് കാമ്പിശ്ശേരി കരുണാകരൻ എന്ന കേരളത്തിലെ എക്കാലത്തെയും മികച്ച പത്രാധിപരെയാണ്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, സർഗാത്മക സാഹിത്യകാരന്മാർ പത്രാധിപരായി ഇരുന്നിട്ട് സാംസ്കാരിക എഴുത്തിൻ്റെ, സാംസ്കാരിക രംഗത്തിൻ്റെ ഗതി നിശ്ചയിക്കുന്ന കാലത്ത് നമ്മൾ ഓർത്തുപോകുന്ന പത്രാധിപരാണ് കാമ്പിശ്ശേരി കരുണാകരൻ. അദ്ദേഹം ഒരു നോവൽ എഴുതി എന്നത് ശരിയാണെങ്കിലും അദ്ദേഹം ശരിയായ വായനക്കാരനും ശരിയായ നിരൂപകനുമായിരുന്നതുകൊണ്ട് സത്യസന്ധമായ പത്രാധിപധർമ്മം നിർവഹിക്കാൻ കഴിഞ്ഞു. അങ്ങനെയുള്ള ആളുകൾ അപൂർവമായിരിക്കും. എനിക്ക് വേറെ ആളുകളെ അറിയാത്തത് കൊണ്ട് വേറെ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ഒരാൾ. മറ്റൊരാൾ ഞങ്ങൾ ജന്മശതാബ്ദി ആഘോഷിച്ചത് KK നീലകണ്ഠൻ എന്ന ഇന്ദുചൂടനെയാണ്. പക്ഷി നിരീക്ഷകനായിരുന്ന ഇന്ദുചൂടൻ. വേണമെങ്കിൽ മലയാള സാഹിത്യവുമായി വലിയ ബന്ധമില്ലാത്തയാളാണെന്ന് പറയാം. പക്ഷെ അങ്ങനെയല്ല ഞങ്ങൾ കണ്ടത്. മലയാള സാഹിത്യകാരന്മാരൊക്കെ, മലയാളത്തിലെ ഗാനരചയിതാക്കളൊക്കെ വലിയ തോതിൽ ആശ്രയിച്ച പുസ്തകമാണ് കേരളത്തിലെ പക്ഷികൾ എന്നുള്ളത്. അതിൽ പറയുന്ന വിഷു പക്ഷി പാടി എന്നൊക്കെ എഴുതുമ്പോൾ ഈ പക്ഷി ഏതാണെന്ന് റഫർ ചെയ്തിട്ടാണ് ഇവിടുത്തെ ഗാനരചയിതാക്കളൊക്കെ അത് എഴുതിയിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അധികം ആളുകളോട് അങ്ങനെ കാര്യമായി ഇടപെടാത്ത, യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിൽ HOD ആയിരുന്നു അദ്ദേഹം വളരെ റഫായിട്ടാണ് ആളുകളോട് പെരുമാറുന്നത് എന്നാണ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഒരു ദിവസം സ്റ്റുഡൻസ് ആ റൂമിൽ, HODയുടെ റൂമിൽ ചെന്നപ്പോൾ കാണുന്നത് ആ കോളേജിലെ ഒരു പിയൂണിൻ്റെ കണ്ണിൽ മരുന്നൊഴിച്ചു കൊടുക്കുന്ന രംഗമാണ്. അയാൾക്ക് കണ്ണുദീനമാണ്. ഒരു HODക്ക് ഒരിക്കലും അത് ചെയ്യേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് പകരുന്ന ഒരു രോഗം. മാനവികതയുള്ള മനുഷ്യർ അങ്ങനെയാണ്. അങ്ങനെ പോയാൽ G. കുമാരപിള്ള, അങ്ങനെ ഓർക്കാൻ പലരുമുണ്ട്. ആ കൂട്ടത്തിൽ പ്രശസ്തരായവരുമുണ്ട്. തോപ്പിൽ ഭാസിയെ പോലെയുള്ള ആളുകൾ കഴിഞ്ഞ വർഷം ജന്മശതാബ്ദി ആഘോഷിച്ചു. എന്തിനാണ് ഞങ്ങൾ ഈ പ്രവർത്തനം ഇങ്ങനെ നടത്തുന്നത് എന്ന് ചോദിച്ചാൽ, കനലിരുന്നിടത്ത് കരിക്കട്ട ഇരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് എന്ന് ചുരുക്കത്തിൽ ഞാൻ പറയാം. അല്ലെങ്കിൽ MA കൃഷ്ണവാര്യരാണ് ആ വരി എഴുതിയ കനലിരുന്നിടത്ത് ഒരു പിടി ചാരം എന്ന് ആരെയെങ്കിലും ഓർമ്മിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ സാംസ്കാരിക കാപട്യത്തിന് നേരെ ഇതാ ജനുവിനായി ജീവിച്ച ചില മനുഷ്യരുണ്ട് എന്ന് കൂടി കാണിക്കാനാണ്. അതാണ് ഞങ്ങൾ നടത്തുന്ന ഈ സാംസ്കാരിക പ്രവർത്തനം. അത് ഞങ്ങളുടെ കൺവീനർ KP രാമനുണ്ണി സാർ ഇന്നലെ പറഞ്ഞ വർത്തമാനത്തിൽ ഞാൻ ഈ ചുരുക്കി പറഞ്ഞതിൻ്റെ വിപുലമായ രൂപം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഈ സെമിനാർ സംഘടിപ്പിക്കാൻ ആലോചിച്ചത് 2 ദിവസമായി MG യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലായിരുന്നു എന്നുള്ളത് ഇവിടെ 2 പ്രഭാഷകർ സൂചിപ്പിച്ചു. ഞാനത് പുറത്ത് പറയേണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ 2 പേർ അത് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇനി അത് ഒളിച്ചു വയ്ക്കാൻ നിർവാഹമില്ല. ആ പരിപാടിയുടെ ഉദ്ഘാടകനാണ്
ഇന്ന് സമാപനം ഉദ്ഘാടനം ചെയ്ത് അലിയാർ സാറിനെ ഉദ്ഘാടകനാക്കിക്കൊണ്ട് മറ്റ് കുറേ പ്രബന്ധാവതാരകരെ വെച്ചിട്ടാണ് ഇത് ആലോചിച്ചത്. അതിനകത്തൊരു പ്രതിസന്ധി വന്നപ്പോൾ ഞാൻ അലിയാർ സാറിനോട് ചോദിച്ചു, സാർ ഇങ്ങനെയൊരു വിഷയമുണ്ട്, നമുക്കത് ഏറ്റെടുക്കാൻ കഴിയുമ്പോൾ നാട്യഗ്രഹത്തെക്കുറിച്ച് അറിയാവുന്നതുകൊണ്ട് ഭാരത് ഭവനുമായി സാറിനുള്ള ബന്ധമറിയാവുന്നതുകൊണ്ട് എനിക്കും പ്രമോദ് പയ്യന്നൂർ എന്ന് പറയുന്ന ഈ ഭാരത് ഭവന്റെ മെമ്പർ സെക്രട്ടറിയായിട്ട് പരിചയമുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചാൽ അത് പറ്റുമോ എന്നുള്ള നിലയിൽ ഞാൻ സാറിനോട് ചോദിച്ചു. അപ്പോൾ സാർ എന്നോട് പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അവരോടെല്ലാം ഒന്ന് ആലോചിക്കണം, അതൊരു സംഘടനയാണ്, അപ്പം അവരോടെല്ലാം ആലോചിച്ച് നമുക്കൊരു തീരുമാനമെടുക്കാം. പക്ഷേ ഞാൻ പറയുന്നു, നമുക്കിത് നടത്താം. അത് നടത്താം എന്ന് സാറ് മനസ്സിൽ തീരുമാനിച്ചിട്ട് ആ തീരുമാനം ഈ രണ്ട് കൊളാബറേറ്ററുമായി സംഘടനകളുമായി കൂടിയാലോചിച്ച് ഇത്രയും ഗംഭീരമായ നിലയിൽ എത്തിക്കുന്നതിന് അലിയാർ സാർ വഹിച്ച പങ്ക് വളരെ പ്രധാനമാണ്. ആ കാര്യം എനിക്ക് വിസ്മരിക്കാൻ കഴിയില്ല. എന്നോടുള്ള സ്നേഹവും അടുപ്പവും കൊണ്ടാണ് സാർ അതിന് മുൻകൈയെടുത്തത്. പിന്നെ രണ്ട് സംഘാടകർ, ഒന്ന് നാട്യഗൃഹം, 2 തവണ നാട്യഗൃഹത്തിൽ ഒന്നിച്ചിരുന്ന് ഞങ്ങളിതിൻ്റെ വിവിധ വശങ്ങൾ ആലോചിച്ചു. അങ്ങനെയാണ് ഒരു തവണ ഞങ്ങൾ ഭാരത് ഭവനിലും ഒന്നിച്ചിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഇന്നത്തെ ഈ രൂപത്തിൽ ഈ സെമിനാർ സമാപിക്കുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. ഇതിനകത്ത് ഞങ്ങൾക്ക് ആകപ്പാട് സംഘാടകരായ ഞാനും അല്ലെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിക്കും അതുപോലെ ഭാരത് ഭവനും നാട്യഗ്രഹത്തിനും ഒരുപോലെ വിഷമം തോന്നിയ ഒരു കാര്യം, ഇതിനകത്ത് പങ്കാളിത്തം കുറവായിരുന്നു, പ്രേക്ഷകരുടെ എണ്ണം കുറവായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പലപ്പോഴും ഞാൻ അതിനെ അങ്ങനെ കാണുന്നില്ല, തീരെ കുറവാണെന്നല്ല. പലപ്പോഴും കോളേജിലൊക്കെ സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ കുട്ടികളെയൊക്കെ നിർബന്ധിച്ച് വിളിച്ച് അവിടെ കൊണ്ടുവന്ന് ഹാളിൽ കയറ്റിയിരുത്തും. അപ്പം ഞാൻ അവിടെ പൊതുവായി പറയാവുന്നൊരു കാര്യമുണ്ട്, നമ്മൾ നല്ലത് ഒരുക്കി വയ്ക്കുക, ആവശ്യമുള്ളവർ വന്ന് സ്വീകരിക്കട്ടെ. നിർബന്ധിച്ച് ഞാനൊരാളെയും കോർഡിനേറ്റർ എന്ന നിലയിൽ വിളിക്കില്ല എന്ന് ഞാൻ അവിടെ പറയാറുണ്ട്. ഇവിടെയും ആ നിലയിൽ ആലോചിച്ചെങ്കിലും കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രതിനിധിയുണ്ട്, ശാശ്വത് വാജ്പേയി, ഹി ഈസ് പ്രസന്റ് നൗ. എല്ലാ കാര്യങ്ങളും അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്കൊരു 100 പേരെങ്കിലും പ്രേക്ഷകർ വേണം എന്നുള്ള നിർബന്ധം ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ കേന്ദ്ര സാഹിത്യ അക്കാദമി നടക്കുന്ന ലിറ്റററി ഫെസ്റ്റിവലിൽ ചിലപ്പോൾ വേദിയിൽ മാത്രമേ ആൾ കാണൂ, സംഘാടകർ മാത്രമായിരിക്കും നിരന്നിരിക്കുന്നത്. അത് അവർ നടത്തുന്ന ചില പ്രോഗ്രാം. എന്തായാലും ആ പോരായ്മ അങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ള വസ്തുത ചെറുതല്ല. അത് ശിവൻ സാർ ഇവിടെ സൂചിപ്പിച്ച പോലെ ഇവിടെ നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ ഈ വാർത്ത അറിഞ്ഞ് വരേണ്ടതാണ്. യഥാർത്ഥത്തിൽ നാടകപ്രവർത്തകരിൽ ബഹുഭൂരിപക്ഷം ഇവിടെ ഒന്നിച്ചു കൂടേണ്ടതാണ്. കാരണം ഇത് സാധാരണ മറ്റു ലോകത്തുള്ള മറ്റു ജന്തുക്കളെ നമ്മൾ നിരീക്ഷിച്ചാൽ ജന്തു സഹജമായ ഒരു സവിശേഷത, അതിന് വാസന എന്ന് പറയും. തേൻ എവിടെയുണ്ട് എന്ന് ഒരു തേനീച്ച മനസ്സിലാക്കിയാൽ അത് സന്ദേശം കൊടുത്ത് മറ്റുള്ളവരെയൊക്കെ കൂട്ടത്തോടെ അവിടെ പോകും. ഇതൊരു വാസനയാണ്. ഈ വാസനയ്ക്കാണ് ഞാൻ സർഗാത്മകത എന്ന് വിളിക്കുന്നത്. വാസന എന്ന വാക്ക് വൈലോപ്പള്ളി സർഗാത്മകത എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്, മഞ്ഞക്കിളി എന്ന കവിതയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കിളിയുടെ വാസനയാണ് അതിൻ്റെ കൂട് നിർമ്മാണം എന്ന് പറയുമ്പോൾ അതിനെ സർഗാത്മകത എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. ഇതൊരു സർഗാത്മകതയുടെ പ്രശ്നമാണ്. ഇവിടെ ഇങ്ങനൊരു പരിപാടി ഉണ്ടെങ്കിൽ അത് പത്രത്തിൽ അറിയുമ്പോൾ ഇവിടെ എത്തുന്നത് നമ്മിലെ സർഗാത്മകതയുടെ പ്രകടനമാണ്. അങ്ങനെ ആരെങ്കിലും വന്നില്ലെങ്കിൽ അവരോട് വിഷമിക്കേണ്ടതില്ല, പരിഭവിക്കേണ്ട. അവർക്ക് ഈ പോരായ്മയുണ്ട് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നാണ് അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ പരിപാടി ലൈവായി പോകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനം. ഞാനതിന് ഭാരത് ഭവനെ സവിശേഷമായി ഞാൻ അതിനെ പ്രശംസിക്കുകയാണ്. കാരണം ഈ പരിപാടിയുടെ എല്ലാ സെഷനിലും സംസാരിക്കുന്ന ആളുകളുടെ മുഴുവൻ ഫോട്ടോസും എടുത്തിട്ടുണ്ട്. അതേസമയം ഇതിൻ്റെ മൊത്തം വീഡിയോയും ശേഖരിച്ചിട്ടുണ്ട്.
അത് ഒരു രേഖയാണ്. ഇവിടെ നടന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള രേഖയാണ്. ധാരാളം ആളുകൾ ലൈവായി ഇത് കാണുന്നു, ഇനിയും കാണാൻ അവസരമുണ്ട്. ഈ നിലയിൽ ഈ പരിപാടിയെ ഗംഭീരമായി ഇവിടെ അവതരിപ്പിച്ചതിന് ഈ രണ്ട് സംഘാടകരോടും അകമഴിഞ്ഞ നന്ദി അവതരിപ്പിക്കുന്നു. അതുപോലെ ഇവിടെ ഇന്നലെ മുതൽ ഇന്ന് ഈ അവസാന നിമിഷം വരെ ഇതിൽ പങ്കെടുത്ത പ്രമുഖർ, ഒരാൾ പോലും ഇതിനകത്ത് മാറ്റി നിർത്താൻ പറ്റുന്നയാളല്ല, വെറുതെ വന്ന് കയറിയവരല്ല. വലിയ ആലോചനയ്ക്ക് ശേഷം ഞങ്ങൾ സംഘാടകരെല്ലാം കൂടെ കൂടിച്ചേർന്ന് ആലോചിച്ചത്. സാഹിത്യ അക്കാദമി മാത്രമല്ല, നാട്യഗ്രഹവും ഭാരത് ഭവനും എല്ലാം അതിൽ പങ്കാളിയാണ്. ഞങ്ങളുടെ കൂട്ടായ ആലോചനയാണ് ഇങ്ങനെ വേണം, ഇന്ന ആളുകൾ വരുന്നത് നന്ന് എന്ന് തീരുമാനിച്ചു. അതും വളരെ ഭംഗിയായിട്ടുണ്ട്. ഇനിയൊരു നാടകാവതരണം കൂടിയാകുമ്പോൾ ഇത് വളരെ സാർത്ഥകമാകുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ എല്ലാ അകമഴിഞ്ഞ നന്ദിയും ഈ പ്രോഗ്രാമിന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഈ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. കൃതജ്ഞത പ്രകടിപ്പിക്കാൻ ശ്രീമതി ശ്രീകലാ പ്രസാദിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരെ, നമസ്കാരം. നാട്യഗ്രഹത്തിൻ്റെയും ഭാരത് ഭവൻ്റെയും സഹകരണത്തോടെ കേന്ദ്ര സാഹിത്യ അക്കാദമി സംഘടിപ്പിച്ച 2 ദിവസത്തെ സെമിനാറുകൾ അവസാനിച്ചിരിക്കുകയാണ്. PJ ആൻ്റണി എന്ന ബഹുമുഖ പ്രതിഭയായ കലാകാരനെ അടുത്തറിയാൻ ഈ 2 ദിവസവും വളരെയധികം ഉപകരിച്ചു. സമാപന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശ്രീ പള്ളിയറൻ ശ്രീധരൻ സാറിന് എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. സമാപന സമ്മേളനം ഉദ്ഘാടനം നടത്തിയ അലിയാർ സാർ നാട്യഗ്രഹത്തിൻ്റെ നട്ടെല്ലാണ്. ശരിക്കും നാട്യഗ്രഹത്തിൻ്റെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടാണ് ഞങ്ങൾ സാറിനെ കാണുന്നത്. ഗുരുതുല്യനായ അദ്ദേഹത്തിനും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ ശ്രീമതി സുധി ദേവയാനി. നിരീക്ഷ എന്ന സ്ത്രീ നാടക സമിതിയുടെ ചുക്കാൻ പിടിക്കുന്ന മാഡം പ്രമുഖ നാടക പ്രവർത്തകയാണ്. തിരുവനന്തപുരത്തെ എല്ലാ നാടകപ്രേമികൾക്കും അറിയാവുന്ന സുധി മാഡത്തിന് എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ആശംസ പ്രസംഗം നടത്തിയ ശ്രീ ബിജു വർമ്മ സാർ ഒരു ബഹുമുഖ പ്രതിഭയായ കലാകാരനാണ്. നാടകം, സീരിയൽ, സിനിമ, സ്പോർട്സ് മുതലായ എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നന്ദി രേഖപ്പെടുത്തേണ്ടത് ശ്രീ പ്രമോദ് പയ്യന്നൂർ സാറിനാണ്. സാറിൻ്റെ ചുറുചുറുക്കും നേതൃപാഠവുമാണ് ഒരുപക്ഷെ ഭാരത് ഭവനെ ഈ നിലയിലെത്തിച്ചത്. എന്നിരുന്നാലും ഞാൻ അദ്ദേഹത്തിൽ എപ്പോഴും കാണുന്ന ഒരു ഇതെന്ന് വെച്ചാൽ എപ്പോഴും പുഞ്ചിരിക്കുന്ന ഒരു മുഖമാണ്. അതുമാത്രമല്ല അദ്ദേഹത്തിൻ്റെ വിനയം എപ്പോഴും വളരെയധികം വിനയത്തോടെയാണ് അല്ലെങ്കിൽ ബഹുമാനത്തോടെയാണ് ഓരോ വ്യക്തിയും അദ്ദേഹം സമീപിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഗുണങ്ങൾക്ക് മുന്നിൽ നമിക്കുകയാണ്. അദ്ദേഹത്തിനും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ആശംസ അർപ്പിച്ച ശിവൻചേട്ടനും നാട്യഗ്രഹത്തിൻ്റെ നട്ടെല്ലാണ്. ഏറ്റവും നല്ല സംഘാടകൻ എന്ന അവാർഡ് വരെ കരസ്ഥമാക്കിയിട്ടുള്ള ആളാണ് ശിവൻചേട്ടനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പറഞ്ഞാൽ സ്വയം പുകഴ്ത്തുന്നത് പോലെ ആയിപ്പോവും. അത്രയധികം കഴിവുള്ള ഒരു വ്യക്തിയാണ് ശിവൻചേട്ടനും എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സെമിനാർ അവലോകനം നടത്തിയ ഡോക്ടർ സാബു കോട്ടയ്ക്കൽ സാറാണ് ഈ പരിപാടിയുടെ ചുക്കാൻ പിടിച്ചത്.
ഈ 2 ദിവസത്തെ സെമിനാറിൻ്റെയും ഓരോ ചെറിയ കാര്യത്തിൽ പോലും സാറിൻ്റെ ശ്രദ്ധ പതിഞ്ഞിരുന്നു. സാറ് കൈവയ്ക്കാത്ത ഒരു അല്പം പോലും കാര്യം ഇവിടെ 2 ദിവസമായിട്ട് നടന്നിട്ടില്ല. സാറിൻ്റെ ആ നേതൃപാടവം അതാണ് ഈ സെമിനാറിനെ വിജയത്തിലെത്തിക്കാൻ സഹായിച്ചത്. സാഹിത്യ അക്കാദമിയുടെ മലയാളം ഉപദേശക സമിതി അംഗമായ അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നലെ നടന്ന ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ച സാഹിത്യ അക്കാദമി കൺവീനർ KP രാമനുണ്ണി സാർ, ഉദ്ഘാടനം നിർവഹിച്ച KP കുമാരൻ സാർ, മുഖ്യപ്രഭാഷകൻ മധുപാൽ സാർ, കൃതജ്ഞത രേഖപ്പെടുത്തിയ നാട്യഗ്രഹം ചെയർമാൻ MV ഗോപകുമാർ സാർ, വിവിധ സെമിനാർ സദസ്സുകളിൽ അധ്യക്ഷത വഹിക്കുകയും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചവരുമായ പ്രമുഖ വ്യക്തിത്വങ്ങൾ എന്നിവർക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഈ 2 ദിവസം സമ്മേളനങ്ങളിലും സെമിനാറുകളിലും പങ്കെടുത്ത ബഹുമാന്യരായ നിങ്ങൾ ഓരോരുത്തർക്കും സാഹിത്യ അക്കാദമിയുടെയും ഭാരത് ഭവന്റെയും നാട്യഗ്രഹത്തിന്റെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. PJ ആന്റണിയുടെ നാടകം ചക്രായുധം നാട്യഗ്രഹത്തിന്റെ കലാകാരന്മാർ ഇവിടെ അവതരിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. 6 മണിക്ക് നാടകം. 5 മണിയായല്ലോ.